ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദ 24 ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിൽ എന്താ നടക്കുന്നത്, വേറെ ഇപ്പം എന്താ നടക്കാത്തത്? തകൃതിയായ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് അവിടെ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരെയും ഫിക്സ് ചെയ്ത് അന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന നിർബന്ധത്തിലാണ് നിയുക്ത സംസ്ഥാന മുഖ്യമന്ത്രി. എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കണം. ഗ്രാൻഡ് ഡിബേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ എനിക്കൊപ്പം വേദിയിലേക്ക് വരികയാണ് KR ഗോപികൃഷ്ണൻ, അസിദ സഹീർ, കാശ്മീർ താജ് ഇബ്രാഹിം. വെൽക്കം. താങ്ക് യു. കാറും കോടും ഒഴിഞ്ഞ മന്ത്രിസഭാ രൂപീകരണത്തിന് അവസാന ലാപ്പിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതെ ഇടഞ്ഞുന്ന രമേശ് ചെന്നിത്തലയെ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്ന് അനുനയ പാതയിലേക്ക് കൊണ്ടുവന്നുവെന്നാണ് വിശ്വാസയോഗ്യമായ വിവരം. രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകും. ഒപ്പം അദ്ദേഹത്തിന് വിജിലൻസ് വകുപ്പും ലഭിക്കും. രമേശ് ചെന്നിത്തല എന്ത് ആഗ്രഹിക്കുന്നു അതെല്ലാം കിട്ടുമെന്നാണ് ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. പാർട്ടി പറയുന്നത് അതുപോലെ ചെയ്യുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ് താനെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും കൂടെ നിൽക്കുന്നവരെ മന്ത്രിസഭയിൽ കൂടെ കൂട്ടണം എന്ന് ചെന്നിത്തല ഓരോ മണിക്കൂറിലും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ബാഗുവും 2 സീറ്റ് എന്നതിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറാൻ തയ്യാറല്ല. ആദ്യം അങ്കലാപ്പും ഒഴിഞ്ഞ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അടക്കമുള്ള മുഖ്യമന്ത്രിമാരെ കേരളത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇപ്പോൾ വരുന്നൊരു വാർത്ത അനുസരിച്ച് ജോസഫ് വിജയ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ്. എന്തായാലും ആ വിവരം കൺഫേം ചെയ്ത് അല്പസമയത്തിനകം നമുക്കറിയാൻ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. 24ന്റെ ഗ്രാൻഡ് ഡിബേറ്റ് ആരംഭിക്കുന്നു. ഒരു വിഷയവും തർക്കത്തിലില്ല. ഞങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ തീരാത്ത ഒരു വിഷയത്തിൻ്റെ അകത്തില്ല. അപ്പോൾ എന്നും കോൺഗ്രസിൻ്റെയോടൊപ്പം അല്ലെ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. ഐ ആം ആൾവേസ് എ ട്രൂ കോൺഗ്രസ്മാൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടല്ലേ മുന്നോട്ട് പോകുള്ളൂ. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ടേ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനം എടുക്കുള്ളൂ. കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനമായിരുന്നു വിവാദ വിഷയം. എന്നാൽ അതിനിപ്പോൾ ഒരു തീരുമാനമായി. വി ഡി സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകും. അദ്ദേഹമായിരിക്കും ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിന് വിജിലൻസിന്റെ വകുപ്പ് കൂടി ലഭിക്കുമെന്നാണ് വിവരം. കലകച്ചുന്ന രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പും വിജിലൻസ് നൽകി വി ഡി സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരും അനുനയിപ്പിച്ചു. അദ്ദേഹം സന്തുഷ്ടനാണ്. എന്നാൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന അൻവർ സാദത്തിനെ പോലെ അതല്ലെങ്കിൽ IC ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ കൂടി മന്ത്രിസഭയിലേക്ക് എത്തണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കടുത്ത താല്പര്യമുണ്ട്. അതിലാണ് അദ്ദേഹത്തിന് ആകെ അലോസരമുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണമായും ഇതിനൊന്നും സമ്മതം മൂളിയിട്ടില്ല. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു, പുറത്തെങ്ങും പോകാതെ. രമേശ് ചെന്നിത്തല എന്ത് ആഗ്രഹിക്കുന്നു അത് ഉണ്ടാകുമെന്നായിരുന്നു ഇന്ന് രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച ശേഷം KC വേണുഗോപാൽ വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം. RC എന്താഗ്രഹിക്കുന്നു അതുണ്ടാവും. രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ് ഞങ്ങളെല്ലാം രസത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ആളാണത് ഈ പദവികളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, സംശയം വേണ്ട, അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടല്ലേ മുന്നോട്ട് പോകുള്ളൂ. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ടേ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനം എടുക്കുകയുള്ളൂ. പാർട്ടി പറയുന്നത് അതേപോലെ ചെയ്യുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ് താനെന്നായിരുന്നു രമേശ് ചെന്നിത്തലയും ഇന്ന് പ്രതികരിച്ചത്. ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ. അപ്പോൾ എന്നും കോൺഗ്രസിൻ്റെയോടൊപ്പം അല്ലെ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. ഐ ആം ആൾവേസ് എ ട്രൂ കോൺഗ്രസ്മാൻ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ പറയുമ്പോഴും പൂർണ്ണ തൃപ്തനല്ല രമേശ് ചെന്നിത്തല. തനിക്കൊപ്പം നിൽക്കുന്നവരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ഉറച്ച നിലപാട് അദ്ദേഹത്തിനുണ്ട്. അൻവർ സാദത്തിനും IC ബാലകൃഷ്ണനും വേണ്ടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ജോസഫ് വാഴക്കിന് KPC അധ്യക്ഷ സ്ഥാനം കിട്ടുമോ എന്നുള്ള കാര്യവും അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർ കൈമാറുമെന്നും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാണ്. മുഴുവൻ മന്ത്രിമാരും ആ ഘടകകക്ഷികളുടെ ചർച്ചയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. പിന്നെ മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. 24 ഗ്രാൻഡ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ആഷ്മി താജ് ഇബ്രാഹിം, എന്തായാലും ആളുകൾക്ക് കരുതിയതുപോലുള്ള പൊട്ടലും ചീറ്റലും ഒന്നും ഉണ്ടായില്ല. ചർച്ച അവിടെ തുടരുകയാണ്. നമ്മളും ഈ രമേശ് ചെന്നിത്തല ക്യാമ്പുമായിട്ടൊക്കെ സംസാരിച്ചു. അവര് തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലയോ എന്ന് ചോദിച്ചാൽ ആളാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ്. അതേസമയം സാധാരണഗതിയിൽ ഇങ്ങനെ UDF ഇങ്ങനെ കുറച്ച് മന്ത്രിമാരെയൊക്കെ സംഘടിപ്പിക്കാൻ കുറച്ച് പാടുപെടും. വലിയ നേതാക്കന്മാർ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയുമുണ്ട്. അപ്പോൾ എന്താണ് ആഷ്മി, ഈ മന്ത്രിസഭയിൽ ഏകദേശം മന്ത്രിമാരൊക്കെ ഫിക്സ് ആയല്ലോ? SK ഇവിടെ രമേശ് ചെന്നിത്തല ഈ നാടിന്റെ മുഖ്യമന്ത്രിയാവാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ആളാണ്. മുഖ്യമന്ത്രി പദവി കിട്ടുന്നില്ല. രണ്ടാമത്തെ പദവി ആഭ്യന്തര പദവി എന്ന അദ്ദേഹം തീർത്തും അർഹിക്കുന്ന ഒരു പദവി തന്നെയാണ്. അത് കിട്ടുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയില്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും മാരകമായി സംഭവിക്കുമോ എന്ന ചോദ്യത്തിനപ്പുറം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഇല്ലെങ്കിൽ ഈ മന്ത്രിസഭ 102 സീറ്റിൽ വലിയ മഹാവിജയം നേടി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ആ മന്ത്രിസഭയുടെ വലിയൊരു ഗ്ലോറിക്കൊരു മങ്ങലേൽക്കുമെന്ന തർക്കം വേണ്ട. അതൊരു കല്ലുകടിയാണ്. അത് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തിക്കിടെ സത്യപ്രതിജ്ഞ എന്ന് തന്നെ നമ്മുടെ തലക്കെട്ട് അത് ഉണ്ടാവുന്നില്ല എന്ന ഒന്നാമത്തെ കാര്യം. നേരത്തെ പറഞ്ഞു സോ ഫാർ സോ ഗുഡ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ തല്ല് കഴിഞ്ഞാൽ പിന്നെ അടുത്തുണ്ടാകുമ്പോൾ തല്ല് മന്ത്രിമാരുടെ കാര്യത്തിലാണ് എന്ന് നമ്മളടക്കം എല്ലാവരും അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്താണ് പോയ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ധാരണ അങ്ങനെ ഉണ്ടായില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി ഓരോരോ പ്രശ്നമേഖലകൾ ഓരോരോ പരിഹാര സാധ്യതകൾ പരിഹരിച്ച് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇപ്പോൾ ഒരു അന്തിമ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ ലിസ്റ്റ് തയ്യാറാക്കാനാണ് ലക്ഷ്യം. നാളെ ഗവർണർക്ക് വൈകുന്നേരം ആകുമ്പോൾ ലിസ്റ്റ് കൊടുക്കുക. മറ്റന്നാളാകുമ്പോഴേക്കും എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. രമേശ് ചെന്നിത്തല കാര്യം തന്നെ ഏറ്റവും പ്രധാനം. ഏറ്റവും $1 ബില്യൺ ചോദ്യം VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു ക്യാബിനറ്റിലേക്ക് രമേശ് ചെന്നിത്തല എത്തുമോ എന്നുള്ളത് തന്നെയായിരുന്നു ചോദ്യം. രമേശ് ചെന്നിത്തല 40 വർഷം മുമ്പ് ആദ്യമേ മന്ത്രിയാവുന്ന സമയത്ത് VD സതീശൻ വിദ്യാർത്ഥിയാണ്. ഒരു KSUവിന്റെ സാധാരണ നേതാവാണ്. അപ്പോൾ ആ VD സതീശൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയാകുമ്പോൾ ആഭ്യന്തരമല്ലാതെ മറ്റൊരു പദവിയിലേക്ക് ഒരു ക്യാബിനറ്റ് എൻട്രി ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യമല്ല എന്നൊരു പശ്ചാത്തലം അവിടെയുണ്ട്. അതിന്മേൽ ചർച്ചകൾ നടന്നു. പിന്നെ ബാക്കി ഈ പറയുന്ന ഒരു അൻവർ സാദത്തിനെ IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണം എന്ന ആവശ്യം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന കാര്യമുള്ള കാര്യമാണെന്നറിയില്ല. ഒരു നിമിഷം BK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഈ തീര എന്ന് പറയുന്നത് അനൗൺസ് ചെയ്യേണ്ടത് UDF ആണ്, ഞങ്ങളല്ല. ഞങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ ഇന്നത്തേത് കഴിഞ്ഞു. നാളെ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്നുള്ളത് എല്ലാവരുമായിട്ടുള്ള സംസാരം കഴിഞ്ഞാലല്ലേ അവർക്ക് അന്തിമമായി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ് ഞങ്ങൾ ആ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ജോയിൻ്റ് ഡിസ്കഷന് ശേഷമേ വി ആർ സപ്പോസ് ടു സേ എനിത്തിങ്. എന്ത് പറയണമെങ്കിലും അല്ല, അതെ കുറച്ച് ദിവസമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ. ഞാൻ പറഞ്ഞു നാളെ ഞങ്ങൾ ഇരിക്കും സ്വാഭാവികമായിട്ട്. അതായത് UDFിൻ്റെ തീരുമാനം UDF എല്ലാം അപ്രൂവ് ചെയ്യുമ്പോൾ എല്ലാ കക്ഷികളുമായിട്ടുള്ള ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടേ UDFിൻ്റെ തീരുമാനം അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ ഡിസ്കഷൻ്റെ ഡീറ്റെയിൽസ് വി ആർ നോട്ട് സപ്പോസ് ടു സേ. ഒന്നും പറയാൻ പാടില്ല. അതാണ് ഇനിയൊക്കെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങളെ സൂത്രങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതന്നെ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെ സൂത്രങ്ങളാണ്, അതിൽ ഞങ്ങൾ വീഴുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ വഴി എന്താണ് പോവാ. BK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും ലീഗിന്റെ മന്ത്രിമാരുടെ തീരുമാനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആഷ്മി തുടരാം. അപ്പോൾ SK മൊത്തം 5 മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നാളെയും ഞങ്ങൾ ചർച്ച തുടരുന്നു പറഞ്ഞപ്പോൾ അവിടെ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു സംശയം. ഡോക്ടർ മുനീറിന്റെ കാര്യത്തിലൊന്നും ആയില്ലെന്നു. അത് ഭരണപരിഷ്കാരം അദ്ദേഹത്തിനും ചികിത്സയ്ക്കും ഒക്കെ സൗകര്യമായിട്ടൊരു സ്ഥലം ഉറപ്പിച്ചു ലീഗിന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഒരു പദവി ഉണ്ടാകുമെന്ന് പറയുന്നത് നമുക്ക് നോക്കാം SK. അത് SK ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഹൈക്കമാൻഡിന് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. കാര്യം SK പ്രവർത്തക സമിതിയിലെ കേരളത്തിലുള്ള ഏറ്റവും മുതിർന്ന ഏറ്റവും ടോപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രി റേസിലുണ്ടായിരുന്ന KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയർ നേതാവാണ്.
പ്രവർത്തക സമിതിയിലെ ഏറ്റവും സീനിയർ നേതാവാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന വകുപ്പ് കൊടുക്കൂ എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡിലുണ്ടായിരുന്നു. എന്തായാലും ആ പദവിയിലേക്ക് അദ്ദേഹം വരുന്നു. തലേന്ന് വന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും അത് കൊടുക്കുന്നു. അത് എന്തുകൊണ്ടും അർഹനായ ആൾ തന്നെയാണ് രമേശ് ചെന്നിത്തല. ബാക്കി 2 മന്ത്രിമാരുടെ കാര്യം, ഈ പറഞ്ഞ സമുദായ സമവാക്യങ്ങളുടെ കാര്യത്തിലൊക്കെ അതെങ്ങനെ സാധ്യമാകുമെന്ന കാര്യം അവർ നോക്കി ചെയ്യട്ടെ. എന്തായാലും അതിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ മുഖ്യമന്ത്രി ഒരാളും ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെ ഹോം വിജിലൻസ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്താൽ സാധാരണയാണെങ്കിൽ കൂടി അങ്ങനെ അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സി ചിദംബരം മുഖ്യമന്ത്രി, കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്. ഉണ്ട്, അതുണ്ടായിട്ടുണ്ട്. കരുണാകരൻ, വി എസ് കോടിയേരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതങ്ങനെ വളരെ സജീവമായി നടക്കുന്നു. അതേസമയം തന്നെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ ധനകാര്യം വി ഡി സി ഏറ്റെടുക്കുന്നുണ്ട്. ആ മേഖലയിൽ വി ഡിക്ക് പ്രത്യേകമായ ഒരു സേ ഉണ്ട്. പ്രത്യേകമായി അദ്ദേഹത്തിന് ക്രൈസ് ഉള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഇലക്ഷന് 6 മാസം മുമ്പ് നടന്ന ഷാരിഖ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ അതിശക്ത പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രദ്ധ നേടി, ഒരുപാട് മില്യൺ വ്യൂസ് ഉണ്ടാക്കിയ ഒരു പോഡ്കാസ്റ്റാണ്. ഞാൻ ഇന്നലെ ഒന്നുകൂടെ കേട്ടു നോക്കായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ് തദ്ദേശത്തിന് മുമ്പ് നടത്തിയതാണ്. അന്ന് ഞാൻ ഒന്ന് കേട്ടതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ടാക്സേഷനെ പറ്റി, എങ്ങനെയാണ് സംസ്ഥാനത്തിനകത്ത് വിഭവസമാഹരണം നടത്തുന്നതിനെ പറ്റി വളരെ ആധികാരികമായി വളരെ ഒരു വീക്ഷണത്തോടെ വിഷ്ണുവോട് കൂടി വി ഡി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ധനകാര്യമേലെ കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ അതിൽ വി ഡി സതീശന് പ്രത്യേക കാര്യം ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നു. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്. ആ വകുപ്പ് ഈ പിണറായി സർക്കാരിനെ ഇത്രമാത്രം അൺപോപ്പുലർ ആക്കിയത്, അല്ലെങ്കിൽ LDFനെ ഈ 35 സീറ്റിലേക്ക് ഒതുക്കാൻ കാരണപ്പെട്ട 2 വകുപ്പുകളൊന്ന് ആഭ്യന്തരമാണ്. രണ്ടാമത്തെ വകുപ്പ് എല്ലാവർക്കും അറിയാം, ഞാൻ എടുത്തു പറയുന്നില്ല. അത് ഈ പാവങ്ങളെ ചോദിക്കാനും പറയാൻ ആരുമില്ലാത്തവരെ കൊണ്ടുപോയി കൂമ്പിലിടിക്കുന്നത് മാത്രമല്ല പ്രശ്നം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. PVN ഉന്നയിച്ച് സ്വർണ്ണക്കടത്തിലെ ഈ പറഞ്ഞ പോലീസ് പങ്കിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ, RSS ബന്ധങ്ങളുടെ വിമർശനങ്ങൾ, അജിത് കുമാറിനെ പറ്റിയുള്ള വിമർശനങ്ങൾ, അയാളെ ചേർത്ത് പിടിക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കങ്ങൾ, ഈ പറയുന്ന RSS സ്വാധീനം, നാനി രാജ അടക്കം പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ ആ സർക്കാർ അൺപോപ്പുലർ ആക്കിയതിൽ അങ്ങേയറ്റം ഈ ആഭ്യന്തര വകുപ്പ് ഒരു പങ്ക് വഹിച്ചിരുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് വകുപ്പാണ്. അതെന്താണ്, അത് നല്ല കമാൻഡോടുകൂടി നോക്കി നടത്തി അവരെ നേരെയാക്കി എടുത്താൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൊള്ളാം, വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് കൊള്ളാം, കേരളത്തിന് കൊള്ളാം. ഓക്കെ, താങ്ക് യു ആഷ്മി. എന്തായാലും ആഷ്മി പറഞ്ഞതുപോലെ KR ഗോപികൃഷ്ണൻ ധനവകുപ്പ് മുഖ്യമന്ത്രി കൈവശം വയ്ക്കാൻ തീരുമാനിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ധനകാര്യ എക്സ്പെർട്ടീസൊക്കെ തന്നെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല അദ്ദേഹത്തിന് എപ്പോഴും ഈ ഒരു ധനകാര്യ മാനേജ്മെൻറ്റിലൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രാവീണ്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഭരിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും, അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞത് പൂച്ച പെറ്റ് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ട്രഷറിയിൽ. അപ്പോൾ ആ ഖജനാവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ഒരു ഫിസ്ക്കൽ പോളിസിയിലൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു അവഗാഹമുള്ള ഒരാൾ ഇതിൻ്റെ തലപ്പത്ത് വരും നല്ലതാണ്. ഗോപിയുടെ ഒരു അഭിപ്രായം എന്താ? അതായത് ഈ വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ പുതിയ സർക്കാരിനെ കേരളത്തിലെ ജനം ഒന്നാകെ നോക്കിക്കാണുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ പോലെ ഒരാൾ വരുന്നു എന്നത് തന്നെയാണ്. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. അതിന് ആ സർക്കാർ പറഞ്ഞിരുന്ന കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള അവഗണനയാണ്. കേരളം എന്ന സംസ്ഥാനത്തോട് തുടർന്ന് വരുന്ന അവഗണനയാണ് യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് അടിത്തറ പാകിയത് എന്നതായിരുന്നു. മാത്രമല്ല ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക എന്നത് അത്ര എളുപ്പമല്ല എന്ന ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഇടതുമുന്നണി സർക്കാരിനുണ്ടായിരുന്നു. നമുക്കറിയാം, വി ഡി സതീശൻ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞത് പാപ്പരായ ഒരു സംസ്ഥാനമാണ്, അതിൻ്റെ ഭരണമാണ് വി ഡി സതീശൻ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും, അതായത് ജനപ്രിയമായ പ്രഖ്യാപനങ്ങളൊന്നും തുടക്കത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് എന്നാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. അതിന് കേന്ദ്രത്തിന് മാത്രമല്ല കുറ്റം പറയേണ്ടത്, നമ്മളുടെ ധനകാര്യ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പാളിച്ചകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ മേഖലയിലെ തന്നെ വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ പ്രശ്നം, അതായത് ഒരു രാഷ്ട്രീയക്കാരനും ഒരു അഡ്മിനിസ്ട്രേറ്ററും, ഒരു പൊളിറ്റീഷ്യനും ഒരു അഡ്മിനിസ്ട്രേറ്ററും ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടും, അതായത് വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാളും ഒരു രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനും ഒരു ഭരണകർത്താവും, ഇത് മൂന്ന് കപ്പാസിറ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷയത്തിൽ വൈദഗ്ധ്യമുണ്ട് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പരിജ്ഞാനമുണ്ട് എന്നത് യഥാർത്ഥത്തിൽ അയാളൊരു നല്ല ഭരണകർത്താവായി മാറും എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. അതുപോലെ തന്നെ നല്ലൊരു രാഷ്ട്രീയക്കാരനോ പൊതുപ്രവർത്തകനോ ആണ് എന്നതും ഈ നല്ല ഭരണകർത്താവാകുന്നതിനുള്ള മാനദണ്ഡമല്ല. പക്ഷേ ഇതെല്ലാം കൂടി ഒരുപോലെ ഒന്നിച്ചു ചേരുന്ന ഒരു വ്യക്തിത്വമാണ് വി ഡി സതീശൻ്റെതെങ്കിൽ അത് സ്വാഭാവികമായും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ സഹായകരമായ രീതിയിലുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ഈ അമിതമായ പ്രതീക്ഷ സർക്കാരിന് മേൽ അമിതമായ ഭാരം തന്നെയാണ്. കാരണം വനിതകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. ആശാ വർക്കർമാരുടെ വേതന വ്യവസ്ഥയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ സാമ്പത്തികമായി നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ സാമ്പത്തികമായി നമുക്ക് വലിയ ബാധ്യതയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ അത് ജനപ്രിയമാണ്, നമ്മൾ അംഗീകരിക്കും.
അംഗീകരിക്കുന്നതാണ്, നടപ്പാക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ നടപ്പാക്കുമ്പോൾ എവിടെ നിന്നാണ് നമ്മുടെ വരുമാന സ്രോതസ്സുകൾ? കിഫ്ബിയിലൂടെ നമ്മൾ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ, അതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കും? വി.ഡി. സതീശൻ തന്നെ പറഞ്ഞത് ഒരു സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ അത് മറ്റൊരു സർക്കാർ വരുമ്പോൾ അവസാനിപ്പിക്കില്ല. കാരണം സർക്കാരുകൾ തുടർച്ചയാണ്. ഏതെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് വരുത്തുമെന്നല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും ഞാൻ കൊണ്ടുവരില്ല എന്നാണ്. നമുക്കറിയാം TM തോമസ് ഐസക്കുമായി ധനകാര്യ വിഷയങ്ങളിൽ തുറന്ന സംവാദത്തിന് തയ്യാറായിട്ടുള്ള ആളാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന് ധനകാര്യ കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ ഈ കൂട്ടുകക്ഷി സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് എത്രത്തോളം ക്രിയാത്മകമായി ഈ പ്രതിസന്ധിയെ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഏതായാലും നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ, വളരെ പോസിറ്റീവായിട്ടും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വി.ഡി. സതീശൻ്റെ ഭരണകാലം കേരളത്തിൻ്റെ ഖജനാവിൽ എന്താണ് ബാക്കി വയ്ക്കാൻ പോകുന്നത് എന്നത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലിച്ച പൂച്ചയെങ്കിലും അവിടെ എഴുന്നേറ്റ് പോകും അല്ലേ? ഓക്കെ. അപ്പം അസിത, നമ്മുടെ ഇനിയിപ്പോൾ വനിതാ പ്രാതിനിധ്യം എങ്ങനെയായിരിക്കും ഈ മന്ത്രിസഭയിൽ? മിനിമം ഒരു 2 പേരെങ്കിലും അവിടെ ഉണ്ടാകണം. പക്ഷേ അത് 2 പേർക്ക് കൊടുക്കാനുള്ള മന്ത്രിസ്ഥാനം ഇനി ബാക്കി ഉണ്ടാകുമോ? തിരുവനന്തപുരത്ത് ഓരോ മണിക്കൂർ നടക്കുന്ന ചർച്ച അനുസരിച്ച് ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ 9 പേര് ആവശ്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഓരോ സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മന്ത്രിയാകാൻ എല്ലാവരും യോഗ്യരാണല്ലോ, എല്ലാ MLA-മാർക്ക് യോഗ്യതയുണ്ട്. അപ്പോൾ മന്ത്രി മോഹമായി നടക്കുന്ന ആൾക്കാരെ എണ്ണി എൻ്റെ ഇടപാട് തീർന്നു. കാര്യം ഇദ്ദേഹത്തിന് കിട്ടുമോ അദ്ദേഹത്തിന് കിട്ടുമോ എന്നൊക്കെയുള്ള എല്ലാം നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ തന്നെയാണല്ലോ. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറയായിരുന്നു, അത് നിങ്ങളെ മാത്രമല്ല എല്ലാ ചാനലിലും ഇരിക്കുന്ന ആൾക്കാരെ അവർക്ക് അറിയാമോ, അത് അറിയുമായിരിക്കും. അപ്പോൾ അസിതയുടെ വനിതാ പ്രാതിനിധ്യം അത് എന്തായാലും ഇത്രയും പുരുഷന്മാർ മന്ത്രിമാരാകുമ്പോൾ അതിനിടയ്ക്ക് 2-3 സ്ത്രീകളും വേണമല്ലോ. തീർച്ചയായും എസ്കൻ, എന്തായാലും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ഒരു വനിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ്, ആഗ്രഹം എന്നുള്ളതാണ്. അത് വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഭാവിയിൽ ഉണ്ടായി, പക്ഷേ ഇത്തവണയൊന്നും അതെന്തായാലും ഇപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ ഇനി മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ വനിതാ പ്രാതിനിധ്യം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിൽ ബിന്ദു കൃഷ്ണയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ബിന്ദു കൃഷ്ണ ഏറെക്കുറെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വൈകുന്നേരമൊക്കെ വരുന്നുണ്ട്. ഷാനിമോൾക്ക് വേണ്ടി വി.ഡി. സതീശൻ നിർബന്ധം പിടിക്കുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു ആവശ്യം എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അതിൽ 2-ൽ കൂടുതൽ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ലിമിറ്റഡ് ആണല്ലോ ഈ മന്ത്രിസ്ഥാനം എന്നുള്ളത്, ലിമിറ്റഡ് ആണ്. അതിൽ തന്നെ മുതിർന്ന നേതാക്കൾ ഒരുപാട് പേരുണ്ട്, ജയിച്ചു വന്നവർ. ഇപ്പോൾ വി.ഡി. സതീശൻ ഇതിനെ അദ്ദേഹം കാണുന്ന ഫോർമുല അല്പം കൂടി യുവാക്കളെയൊക്കെ ഉൾപ്പെടുത്തി വൈബ്രന്റ് ആയ ഒരു ഭരണം കാഴ്ചവെക്കണം എന്നുള്ളതായിരിക്കണം വി.ഡി. സതീശനെ പോലൊരു വ്യക്തി, ഒരു നേതാവ് മുന്നോട്ട് വെക്കുന്ന വിഷൻ. അപ്പോൾ അതിനനുസൃതമായ നിലയിൽ യുവാക്കളെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ RC, KC പക്ഷങ്ങളുടെ പിടിവാശിയുണ്ട്. അതോടൊപ്പം മതസാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കണം എന്നുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള വകുപ്പ് എന്ന നിലയിൽ ഈ വനിതാ പ്രാതിനിധ്യം മാറുമെന്നുള്ളതിൽ തർക്കമില്ല. അതാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. ഈ ഇത്ര ആളുകളിൽ തന്നെ ഇപ്പോൾ ഒരാൾ മാത്രം, ബിന്ദു കൃഷ്ണ മാത്രം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് UDF-ന്റെ കാര്യത്തിൽ അവർക്ക് എല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മതസാമുദായിക സമവാക്യങ്ങൾ അത്രമേൽ പ്രാധാന്യത്തോടു കൂടി സമീപിക്കുന്ന, പരിഗണിക്കുന്ന ടീം കൂടിയാണ് UDF എന്നുള്ളത്. അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും വരുമ്പോൾ അവിടെ ഏതെങ്കിലും കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇതാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിന്ദു കൃഷ്ണ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഈ കാലത്തും ഒരു മന്ത്രി കൂടെ വേണം. അതെ, വി.ഡി. സതീശൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ അറിയില്ല. പക്ഷെ നമ്മൾ ബാക്കി എണ്ണം പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യത കാണുന്നില്ല സ്കേൻ. കാര്യം ആകെ ഒരു ലിമിറ്റഡ് നമ്പർ ആണല്ലോ ഉള്ളത്. അത് ലീഗിലേക്ക് 5 എണ്ണം പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. PJ ജോസഫ് 2 എണ്ണം നിർബന്ധ ബുദ്ധിയിൽ 2 എണ്ണം തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് RC, KC, മറ്റ് ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും ഓരോന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എണ്ണം കൂട്ടാൻ തരമില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം വെട്ടാവുന്നത് എന്നുള്ള നിലയിൽ വനിതാ പ്രാതിനിധ്യം തന്നെ വെട്ടേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെയാണല്ലോ കാലകാലങ്ങളായി. പക്ഷേ നമ്മൾ ഈ കാലത്ത് നിന്നും അത് അവർക്ക് തോന്നണം, ആ നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറണം. പക്ഷേ ഈ നിലയിൽ നിന്നുകൊണ്ട് നമുക്കത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് കൂടിയുണ്ട്. വനിതകൾ എത്രയാണ് എന്നുള്ളത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് കൂടിയുണ്ട്. പക്ഷേ എങ്കിലും ഒരാൾ മാത്രമാണ് നിലവിലെ സാധ്യത, അത് ബിന്ദു കൃഷ്ണയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഈ ചർച്ചയിൽ ശ്രീജിത്ത് കൂടി ചേരുകയാണ്. എല്ലാ കണ്ണുകളും തിരുവനന്തപുരത്തേക്കാണ്. പല മേഖലകളിലായി തിരക്കിട്ട ചർച്ചകൾ, തകൃതിയായിട്ടുള്ള വിശദീകരണങ്ങൾ, ഡിമാൻഡുകൾ എല്ലാം അവിടെ അരങ്ങേറുന്നു. ശ്രീജിത്ത്, തിരുവനന്തപുരം നഗരത്തെ ഒരു ഏരിയൽ വ്യൂവിൽ നിന്ന് കാണുമ്പോൾ ഏതൊക്കെ പൊന്നാപുരം കോട്ടകളിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്? മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ലീഗിന്റെ നേതാക്കൾ ഇരിക്കുന്ന സ്ഥലത്ത്
അവിടെ അവരുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. മറ്റൊന്ന്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇനി എങ്ങനെയാണ് ഈ 2 മന്ത്രിസ്ഥാനമെന്ന ആവശ്യത്തിൽ നിന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്താണ് ബദൽ മാർഗങ്ങൾ എന്നതിനെപ്പറ്റിയുള്ള ആലോചന MLA ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടക്കുന്നു. മറ്റൊന്ന്, KPCCയുടെ ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ കോൺഗ്രസ് മന്ത്രിമാരുടെയും UDF-ന്റെ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമഘട്ട ചർച്ചകൾ നടക്കുന്നു. ഈ 3 കേന്ദ്രങ്ങളിലാണ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ 3 സ്ഥലത്തുമല്ല. നിയുക്ത മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഔദ്യോഗിക വസതിയായിരുന്ന കന്റോൺമെന്റ് ഹൗസിലാണ്. ഇവിടെ ആയിരുന്നു ചർച്ചകളുടെ കേന്ദ്രബിന്ദു. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി ഇന്ദിരാഭവനിലായതുകൊണ്ടാണ് ഇവിടെ ഒരു അല്പം ആശ്വാസം കിട്ടിയത്. എന്തായാലും ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ചുള്ള ചർച്ച വളരെ തകൃതിയായി നടക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം 21 മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ അവസാനവട്ട ചർച്ചകൾ നടന്നു വരുന്നു എന്നുള്ളതാണ്. 8 മന്ത്രിമാർ ഇതിനകം തന്നെ 8 പേരുടെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പേരും ഒന്നാമത്തെ പേരും രമേശ് ചെന്നിത്തലയുടേതാണ്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലേക്ക് രമേശ് ചെന്നിത്തല കടന്നു വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ KPCCയുടെ പ്രസിഡന്റായ സണ്ണി ജോസഫ് അദ്ദേഹം ആ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ് എന്നിവർ മന്ത്രിസ്ഥാനത്തേക്ക് വരും. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം M ലിജു, മഹിളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും കൊല്ലത്തെ MLAയുമായ ബിന്ദു കൃഷ്ണ മന്ത്രിസഭയിലേക്ക് വരും. ചാണ്ടി ഉമ്മൻ യുവജന പ്രാതിനിധ്യം കണക്കിലെടുത്ത് മന്ത്രിസഭയിലേക്ക് വരും എന്ന് ഉറപ്പാണ്. കോൺഗ്രസിന്റെ ആകെയുള്ള ഈ മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരിൽ ഇനി തീരുമാനമാകാനുള്ളത് 3-4 ആളുകളുടെ കാര്യത്തിലാണ്. അതിലൊന്ന് വനിത വേണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഒപ്പം തന്നെ ST വിഭാഗത്തിൽ നിന്ന് ഒരാളെ പരിഗണിക്കണമെന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആർക്കാണ് നറുക്ക് വീഴുക എന്നതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് വളരെ ഉദ്വേഗഭരിതമായി പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മന്ത്രിമാരുടെ പട്ടിക കൈമാറണം എന്ന നിഷ്കർഷയിലാണ് AICCയുടെ കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. അതുകൊണ്ടാണ് മാരത്തൺ ചർച്ചകൾ രാവിലെ മുതൽ തുടങ്ങിയ മാരത്തൺ ചർച്ചകൾ ഇന്ദിരാഭവനിൽ നടക്കുന്നത്. നാളെ ഉച്ചയോടെയെങ്കിലും ലോക് ഭവനിൽ മന്ത്രിമാരുടെ പട്ടികയും വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗവർണർക്ക് കൈമാറേണ്ടതുണ്ട്. അതിനുശേഷം മന്ത്രിസഭായോഗത്തിന് ശേഷം ഗവർണർ വിജ്ഞാപനം ഇറക്കുന്നതോടുകൂടിയാണ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം വന്നു എന്ന് നമുക്ക് ഔദ്യോഗികമായ തീരുമാനം വന്നുവെന്ന് പറയാൻ കഴിയുക. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേർന്ന്. ആഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഈ മന്ത്രിസഭയിൽ ആരൊക്കെയാണെന്ന് മിക്കവാറും ഇന്ന് രാത്രി കൊണ്ട് തീരുമാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആഷ്മിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വേറൊരു കാര്യത്തിലേക്കാണ്. ഒരുപക്ഷെ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനേക്കാളും എത്രയോ സീനിയറായ ഒരാൾ കൺമുന്നിലിരിക്കുന്നു. അത് നമ്മുടെ രമേശ് ചെന്നിത്തല. എന്നാൽ അതേപോലെ സീനിയറായ ഒരാൾ വലതുഭാഗത്ത് ഇരിപ്പുണ്ട്, PK കുഞ്ഞാലിക്കുട്ടി. ബാക്കിയുള്ളവരെ നമ്മൾ കൂട്ടണ്ട. എന്നാൽ ഇത്രയും സീനിയേഴ്സ് മുന്നിൽ പോകും. എനിക്കൊന്ന് PK കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസഭ ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാകും. എന്നാൽ ഓരോ തവണ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിച്ച ഒരാൾ മുന്നിലിരിക്കുക, നിരാശയുടെ കൂടുപൊട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സാധ്യത കാണുന്നില്ല. ഉറപ്പാണ് ഞാൻ കാണുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഏതെങ്കിലും VDC ഒരു മന്ത്രിയാവാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ആ രീതിയിൽ ഭരണപരിചയത്തിന്റെ കുറവുണ്ട്, ഒക്കെ ശരിയാണ്. മുന്നിലിരിക്കുന്നവർ വലിയ പരിചയസമ്പന്നരുണ്ട്. ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയായ പരാവർത്തി MLA, പരാവർത്തി മന്ത്രിയായ MP ആയ അടക്കം രമേശ് ചെന്നിത്തല അടക്കം PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി VD സതീശനൊപ്പം ഉറപ്പ് ചങ്കോടി ചങ്ക് കട്ടക്കിയാട്ട എന്ന നിലയ്ക്ക് തന്നെ മന്ത്രിസഭ മുന്നോട്ടേക്ക് പോകാനാണ് സാധ്യത. ഇവിടെ അതിലൊക്കെ പ്രധാനം നമ്മൾ ഈ പോയ കാലത്ത് കണ്ടത്, നമ്മൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ കാലയളവിൽ കണ്ടത്, ആ പ്രചരണ കാലയളവിൽ കണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോഡ്കാസ്റ്റുകളിൽ കണ്ടത്, അതിനുശേഷം ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചർച്ചകൾ കണ്ടത്, ഈ കാലത്തോട് സംവദിക്കാനുള്ള VD സതീശന്റെ അപാരമായൊരു കഴിവും ദൗർഭാഗ്യം എന്ന് പറയട്ടെ രമേശ് ചെന്നിത്തല അടക്കമുള്ള പോയകാലം നിൽക്കുന്ന നേതാക്കളുടെ അതിലെ കഴിവില്ലായ്മയും നമ്മൾ ഈ കാലത്ത് കണ്ടിരുന്നു. VD സതീശൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരുന്നത് ഏതെങ്കിലും തരത്തിൽ ഔദാര്യമെന്ന മട്ടിലല്ല. ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ കീഴ്വഴക്കങ്ങളിൽ അവരുടെ സീനിയോറിറ്റി, അവരുടെ ഈ പറഞ്ഞ ബാക്കി മാനദണ്ഡങ്ങൾ, കീഴ്വഴക്കങ്ങളൊക്കെ മറികടക്കാൻ, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളിലൊക്കെ അവൾ ഉറച്ചു നിൽക്കാൻ, അത് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിരുന്നു ഹൈക്കമാൻഡ് താല്പര്യം. പക്ഷെ അതിനെ മറികടക്കാൻ അത് പൊട്ടിച്ചെറിയാൻ ഹൈക്കമാൻഡ് നിർബന്ധിതമാക്കിയത് അടിത്തട്ടിൽ VD സതീശനുള്ള വലിയ ജനകീയ പിന്തുണയും ജനസ്വാധീനം കണ്ടാണ് ഈ പറഞ്ഞ കീഴ്വഴക്കങ്ങളെ അട്ടിമറിക്കാൻ ഹൈക്കമാൻഡ് പോലും തയ്യാറായത്. ആ അർത്ഥത്തിൽ VD സതീശൻ ഈ കാലത്തോട് ശരിയാവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവരുടെ ഭാഷയിൽ ശരിയാവണ്ണം സംവദിക്കുന്ന, കാലത്തിന്റെ വെല്ലുവിളികൾ എന്തെന്ന് കൃത്യമായി സെൻസ് ചെയ്യാൻ കഴിവുള്ള, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്ന് വളരെ കൺവിൻസിംഗ് ആയി പറയാൻ കഴിവുള്ള ഒരു നേതാവാണ്. ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ നേതാക്കളെക്കാൾ ഒരുപടി മുന്നിൽ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ ഇതൊക്കെ പ്രാക്ടിക്കലാക്കുന്ന, ഇതൊക്കെ ഭരണത്തിലേക്ക് വരുന്നതൊക്കെ അത് മറ്റൊരു കാര്യം. നോക്കൂ, ഈ പോയ 5 വർഷങ്ങളിൽ
കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിൽ കാര്യമായ കാതലായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിച്ച വർഷങ്ങളായിരുന്നു. ഈ പറയുന്ന മാരകമായ വർഗീയ പരാമർശങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൽ ഡിവൈഡഡ് ആയി നിൽക്കുന്ന ആൾക്കാരാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്ന പല എന്താണ് കൊടിയ വർഗീയ പ്രസ്ഥാനം ഒക്കെ നടന്ന ഒരു കാലമാണ്. ആ കാലത്ത് മതേതരത്വം എന്ന് പറയുന്നത് ഈ നാടിന്റെ ചങ്കാണ്. അതിനേതെങ്കിലും തരത്തിൽ പോറൽ പോലും അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനം നടത്തി വന്നൊരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് ആയിരുന്നു ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അക്കാര്യത്തിലടക്കം പ്രാക്ടിക്കൽ വശത്തിൽ ആ പ്രവണതയെ, അതിനെ മുളയിലേ നുള്ളിക്കൊണ്ട് ആ പ്രവണതയടക്കം ചെയ്യാൻ കഴിയുന്ന ആക്ഷൻ ടേക്കൺ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തുണ്ടാവുന്നു എന്ന കാര്യം അടക്കം ചോദ്യത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം പറയുമ്പോഴും ഈ പറയുന്ന പ്രവർത്തന മികവിനൊക്കെ അപ്പുറം ഈ കാലത്തോട് സംവദിക്കാൻ കഴിവുള്ള നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ ശുഭപ്രതീക്ഷ. അസിത, മറ്റൊരു കാര്യം, അതായത് ഇന്ന് നമ്മൾ കണ്ട ഒരു ചിത്രം അപാരമായ ആത്മവിശ്വാസത്തോടെയായിരുന്നു വി ഡിയുടെ ഓരോ മുന്നേറ്റവും. അതായത് നമുക്കറിയാം കെ സി വേണുഗോപാലുമായിട്ട് നല്ലൊരു യുദ്ധം നടത്തി തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേര അവരോധനായത്. അപ്പം പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ മുന്നിലേക്കൊക്കെ അദ്ദേഹം കയറി ചെല്ലുന്നത് ഒരു ഇരുത്തം വന്ന അനുഭവസമ്പന്നനായ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ വളരെ ചിരിച്ച് ആസ്വദിച്ച് ഒരു 15 മിനിറ്റ് കിട്ടിയാൽ ഏത് പ്രശ്നവും ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ എല്ലായിടവും ഓടിയെത്തുന്നു. വളരെ സജീവ സാന്നിധ്യമായിരുന്നു ഇന്നും ഇന്നലെയും വി ഡി സതീശൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഒരു കാര്യക്ഷമത നിലനിർത്താൻ കഴിഞ്ഞാൽ നല്ലൊരു ഭരണം കേരളത്തിൽ ലഭിക്കുമെന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. തീർച്ചയായും എസ് കെ. പക്ഷേ അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പുതുമയില്ല, നമ്മളിതിൽ പുതുമ കാണേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായാലും ശരി, ഇപ്പോൾ തന്നെ നോക്കൂ, കെ സി വേണുഗോപാലിന് പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം. ഇവരുള്ളിൽ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇന്നലെ കൂടിക്കാഴ്ച കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പുറത്തു വന്ന് സംസാരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ശരീരഭാഷയിലടക്കം അതൃപ്തി പ്രകടവുമായിരുന്നു. പക്ഷെ അപ്പോഴും വി ഡി സതീശൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഐക്യമാണ്, ടീം UDF ആണ്. അപ്പോൾ അത് എല്ലാ കാലവും പറയുന്ന നേതാവാണ് വി ഡി സതീശൻ. പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പ്രകടമായി നമ്മുടെ മുന്നിലുള്ളപ്പോൾ പോലും ഒരു പ്രശ്നവുമില്ല എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് എല്ലാ കാലവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് RC പിണക്കി KC പിണക്കിയൊക്കെയാണ് ഈ പദവിയിലേക്ക് വന്നത് എന്നൊരു സാഹചര്യത്തിൽ കൂടി അവരെ കൂടുതൽ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നൊരു തന്ത്രം സ്വാഭാവികമായും വി ഡി സതീശനിൽ നിന്ന് ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. എസ് കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ഈ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ആദ്യം പറഞ്ഞ പേര് കെ സി വേണുഗോപാലിൻ്റെതാണ്, പിന്നീട് രമേശ് ചെന്നിത്തലയുടേതുമാണ്. അപ്പോൾ ആ ഒരു പാഠവമായിരിക്കും ഇവിടെ കാണുന്നത്. മറ്റൊരു കാര്യം, ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് എന്നുള്ള തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലിനെയും എങ്ങനെ അനുനയിപ്പിക്കണം എന്നുള്ള തീരുമാനവും ഹൈക്കമാൻഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമെങ്കിൽ ആഭ്യന്തരം, അദ്ദേഹം ചോദിക്കുന്ന പദവി തന്നെ കൊടുക്കൂ എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ കൂടി തീരുമാനമാകണമല്ലോ. അപ്പോൾ ആ ഉറപ്പ് സ്വാഭാവികമായും വി ഡി സതീശൻ എന്ന നിയുക്ത മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിനെ ഇനി എങ്ങനെ പരിഗണിക്കണം എന്നതും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അതും സ്വാഭാവികമായും വി ഡി സതീശനിലേക്ക് കമ്മ്യൂണിക്കേഷനായി വന്നിട്ടുണ്ടാകണം. അപ്പോൾ അതുകൂടി ആയിരിക്കണം അത് അദ്ദേഹത്തിന് ഈ ആത്മവിശ്വാസം നൽകുന്ന ഫാക്ടർ. മറ്റൊന്ന് എസ് കെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിണറായി വിജയൻ അടക്കം മുൻ മുഖ്യമന്ത്രി കൂടിയാണ്, ഏറ്റവും കൂടുതൽ തവണ ഏറ്റുമുട്ടിയിട്ടുള്ള 2 വ്യക്തികളാണ്. സഭയ്ക്ക് പുറത്തും വി ഡി സതീശൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തെ നേരിൽ പോയി കാണുന്നു, സൗഹൃദം ഉണ്ടാകുന്നു, കൈകൊടുത്ത് സ്വീകരിക്കുന്നു, അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് സന്തോഷപൂർവ്വം സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല മാതൃകയാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സാഹചര്യത്തിൽ തന്നെ അങ്ങനെ ഒരു മാതൃക സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് ചെറിയ കാര്യവുമല്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് എസ് കെ അല്പം മുമ്പ് സൂചിപ്പിച്ചതിൽ അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് എസ് കെ ഞാനത് പറയാൻ കാര്യം, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്ന സമയത്ത് വി ഡി സതീശൻ എന്ന നിയുക്ത മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം KC ക്യാമ്പിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ RC ക്യാമ്പിൽ നിന്നായിരിക്കണം, ഏതായാലും UDFിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ വ്യക്തി എന്നുള്ള നിലയിലാണ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ആ സർക്കാരിന്റെ കാലത്തെ പല തീരുമാനങ്ങളെയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിശിതമായി വിമർശിക്കുകയും ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നും ഈ തീരുമാനങ്ങളൊക്കെ ശരിയല്ല എന്ന് പറയുകയും ചെയ്ത ആളാണ് വി ഡി സതീശൻ. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ മുൻപ് അവിടെ ഉണ്ടായിരുന്നു. ഇനി രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ഇതേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ സമാന്തരമായി പല വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും അപ്പോൾ ആ നിലയിൽ 2 പേർ എന്ന ആദ്യം ഒരാൾ വാർത്താ സമ്മേളനം നടത്തുന്നു, പിന്നീട് ഒരാൾ വാർത്താ സമ്മേളനം നടത്തുന്നു, അങ്ങനെ കാര്യങ്ങൾ പോയിട്ടുള്ള സാഹചര്യവും ഉണ്ട് കേരളത്തിൽ. അപ്പോഴാണ് ഇപ്പോൾ എസ് കെ മുൻപ് പറഞ്ഞതുപോലത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾക്ക് ശേഷം ഹൈക്കമാൻഡിന്റെ ഒക്കെ അനുനയം അത് ഏതൊക്കെയോ നിലയിൽ വഴങ്ങി മാത്രം ഈ മന്ത്രിസഭയിൽ വരാൻ പോകുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ ഈ നീറ്റ് പ്ലേ കൊണ്ട് മാത്രം അർഹമായ അവസരങ്ങൾ തേടിയെത്തില്ല എന്ന ഉത്തമ ബോധ്യം സമകാലിക രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പോയകാല ചരിത്രം അതാണ്. അതുകൊണ്ട് കൂടിയായിരിക്കണം ഇവിടെ ഇപ്പോൾ ഇനി ആഭ്യന്തരം ഇല്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം അദ്ദേഹം എടുക്കുകയും അവിടേക്ക് തന്നെ അദ്ദേഹം കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, കെ ഗോപികൃഷ്ണൻ, നമ്മളൊരു പുതിയ കാലത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ 102 MLA-മാരുടെ പിൻബലത്തിലൂടെയാണ് UDF അധികാരത്തിൽ വരുന്നത്. മാത്രമല്ല ഈ അസിത പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഒരു കാലമല്ല
ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. മാത്രമല്ല ഹൈക്കമാൻഡ് കുറച്ചുകൂടെ ശക്തമാണ്. അവർക്ക് ചില തീരുമാനം, രാഹുൽ ഗാന്ധിയൊക്കെ KCയെ പോലെ ഒരു ദേശീയ നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഹൈക്കമാൻഡ്. അതുപോലെ K സുധാകരൻ ഉച്ചയും കുത്തി നിന്നിട്ടും അവർ അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യില്ല. അദ്ദേഹം കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലിരുന്നിട്ട് മടങ്ങി പോരേണ്ടി വന്നു. അപ്പോൾ ഇതിലൊക്കെ ഹൈക്കമാൻഡ് എനിക്ക് തോന്നുന്ന വലിയൊരു തീരുമാനം അവർക്ക് എടുക്കാൻ ഒരു കരുത്ത് കാണിച്ചു. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെക്കാളും അല്ലെങ്കിൽ VD സതീശനേക്കാളും എത്രയോ അടുപ്പം ഈ വ്യക്തിപരമായി രാഹുൽ ഗാന്ധി കേസിയോടുണ്ടാവും. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ഇങ്ങനെ ഒരാളോട് കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റുമുട്ടി അങ്ങ് പീക്ക് നിൽക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ അയാളെ പോയി കാണണമെങ്കിൽ നമുക്കൊരു ഉളുപ്പ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ലാതെ ഒരു അപാരമായൊരു കോർഡിനേറ്റിംഗ് സാധ്യതയിൽ കയറി ചെന്ന് വളരെ സ്മാർട്ടായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന ആളിന് പറയാൻ പറ്റാത്ത രീതിയിൽ പെർഫോം ചെയ്തു VD സതീശൻ. ഈ ഒരു മാതൃക അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാർട്ട്നെസ് ഉണ്ടെങ്കിൽ ഈ മന്ത്രിസഭയിലെ ഈ അധികായന്മാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിന്ന് അദ്ദേഹത്തെ സശ്രദ്ധം വീക്ഷിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ എന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ പ്രതീക്ഷിച്ചു. ഞാനാണെങ്കിൽ വഴി പോകത്തില്ല, 4 ദിവസം കഴിഞ്ഞ് പതുക്കെ ഒന്ന് വിളിച്ചിട്ട് അങ്ങോട്ടൊന്ന് വരട്ടോ എന്നൊക്കെ. പുള്ളി അതൊന്നും ആലോചിക്കുന്നില്ല. പുള്ളി രാവിലെ അങ്ങ് ചെല്ലുകയാണ്. എന്നുവെച്ചാൽ ജസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചറിയിക്കുന്നു. അദ്ദേഹത്തെ അവിടുന്ന് കൺഫർമേഷൻ കിട്ടിയില്ല ഒരു സ്ഥലത്തുനിന്ന്. എന്നിട്ട് പോലും VD സതീശൻ അങ്ങ് ചെന്നു. രമേശ് ചെന്നിത്തല അടുത്തേക്കൊക്കെ ചെല്ലുന്ന സംഭവം ഒരു കൺഫർമേഷൻ വരുന്നതിന് മുമ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്മാർട്ട്നെസ്സും ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും ഒരു ഗെയിം പ്ലാനർ എന്നുള്ള നിലയിലുള്ള രീതിയും ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ ഇത്രയും വലിയ നേതാക്കന്മാരിരിക്കുന്ന ഒരു മന്ത്രിസഭയെ കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ക്ലവർനെസ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അതെ, കാരണം വെച്ചാൽ അതൊരു രാഷ്ട്രീയ സൂത്രശാലിത്വം കൂടിയാണ് VD സതീശൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹം വെട്ടിവീഴ്ത്തിയത്, ഞാനത് ഒരു ആലങ്കാരികമായ പ്രയോഗമായിട്ടാണ് പറയുന്നത്. വെട്ടിവീഴ്ത്തിയത് നിസ്സാരക്കാരായ രണ്ടുപേരെയല്ല. ഒന്ന്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേശീയ നേതൃത്വത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകളിൽ ഒരാളായ KC വേണുഗോപാലിനെയാണ്. രണ്ടാമതായി കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, അതായത് 1970 രാഷ്ട്രീയ പ്രവർത്തന വിദ്യാർത്ഥി സംഘടനയിലൂടെ തുടങ്ങുകയും K കരുണാകരൻ മന്ത്രിസഭയിൽ 28 വയസ്സുള്ളപ്പോൾ കേരളത്തിന്റെ മന്ത്രിയായി മാറുകയും പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2014 മുതൽ 16 വരെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി നിൽക്കുകയും ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് CP ജോണിനെയാണ്, നമ്മുടെ നിയുക്ത മന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഒരു സാമ്പത്തിക വിശാരദനാണ് അദ്ദേഹം. പക്ഷേ ഘടകകക്ഷിയായി പോയതുകൊണ്ട് അദ്ദേഹത്തിന് ധനമന്ത്രി സ്ഥാനം ഏൽപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും CP ജോണിന് എല്ലാ ആശംസകളും നേരാം. ചർച്ചകളിലൂടെ മാത്രം സാമ്പത്തിക കാര്യങ്ങൾ പറയാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളിന് ആദ്യമായിട്ട് അധികാര കസേര ലഭ്യമാകുന്നു. നമുക്കും സന്തോഷം. മാത്രമല്ല ഷിബി ബേബി ജോൺ അതിനിടയ്ക്കൊരു പടക്കം പൊട്ടിച്ചു, ചെറിയ പടക്കം. അതായത് തൊഴിൽ വകുപ്പ് പണ്ടത്തെ പോലെ ടൂറിസം വകുപ്പാണ്. അല്ല, അദ്ദേഹം പറഞ്ഞു ഇത് ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ താരതമ്യേന ഒരു ചെറിയ വകുപ്പായി പോയി. ഇപ്പം ഞങ്ങൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. എന്തോ ഒരു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ലൊരു വകുപ്പ് കിട്ടാൻ അർഹനാണ് അദ്ദേഹം. ഫിഷറീസോ അങ്ങനെയൊക്കെയുള്ള വകുപ്പ് കൊടുത്താൽ വളരെ ഗംഭീരമാവും. ഓക്കെ, ഗോപികൃഷ്ണൻ തുടങ്ങാം. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ രമേശ് ചെന്നിത്തലയെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹം 28ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു കരുണാകരൻ മന്ത്രിസഭയിൽ. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2014-16 കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്നു. അദ്ദേഹം തരക്കേടില്ലാത്ത രീതിയിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഓപ്പറേഷൻ കുബേര പോലെ ഈ പലിശക്കാർക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള, അതേപോലെ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞ് ലഹരി മുക്തമാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ റെക്കോർഡ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പേരെ മാറ്റിയാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തുന്നത്. അപ്പോൾ അതൊരു, താങ്കൾ പറഞ്ഞതുപോലെ അതൊരു ചെറിയ കളിയല്ല, ഒരു വലിയ ഗെയിം പ്ലാനിങ് അതിനകത്തുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്തുമാകട്ടെ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം VD സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. പിന്നെ പ്രശ്നം എന്താണ്? VD സതീശൻ മുഖ്യമന്ത്രിയാണ്, ശരി. ക്യാബിനറ്റ് ആരുടേതാണ്? അത് KC വേണുഗോപാലിന്റെ ക്യാബിനറ്റാണോ, അത് രമേശ് ചെന്നിത്തലയുടെ ക്യാബിനറ്റാണോ? ഞാൻ പറയാൻ കാരണം, അവർ ഉദ്ദേശിക്കുന്ന ആളുകളെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണോ കേരളത്തിൽ വരാൻ പോകുന്നത് എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. KC അക്കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹം ഇതേപോലെ തന്നെ വളരെ ക്ലെവറായിട്ടുള്ള ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെതായ ചില നിർബന്ധങ്ങളുണ്ടാകും. അദ്ദേഹം വാക്കുകൊടുത്തിട്ടുള്ള ആളുകളെ മന്ത്രിസഭയിൽ കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ നമുക്ക് ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയുടെ കാര്യം എടുക്കാം. അദ്ദേഹത്തിന് ഏറ്റവും മികച്ച വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് കിട്ടുന്നത്. ദ സെക്കൻഡ് ഇൻ ദ ക്യാബിനറ്റ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. പക്ഷേ അതേസമയം അദ്ദേഹം ഹാപ്പി അല്ല. എന്താണ് അദ്ദേഹത്തെ അൺഹാപ്പി ആക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന 2 പേർക്ക് മന്ത്രിസ്ഥാനം നൽകണം.
ഒന്നാമനായില്ല. അത് അതാ പോയി, അത് അത് പോയി. അത് അതാണ് പ്രശ്നം. അല്ല, അത് കഴിഞ്ഞു. ഈ അൻവർ സാദിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അല്ല, SK, ഒരു- that part ഒരെണ്ണം is കൊടുക്കാതെ over. പറഞ്ഞു. അല്ല, ആ യാഥാർത്ഥ്യത്തോട് പുള്ളി പൊരുത്തപ്പെട്ട് കഴിഞ്ഞല്ലോ. That part is over. ഗോപി, നമ്മളൊരു കാര്യം മറന്നു പോകരുത്. ഇദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രൂഡൻസ് എന്ന് ഞാൻ, ഒരു സൂത്രശാലിത്വം എന്നതിനേക്കാളും ഒരു രാഷ്ട്രീയ വിവേകം എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാര്യം പരുക്കനായ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുക. കാരണം ഈ കേരളത്തിലെ കോൺഗ്രസ് ക്യാമ്പുകളിൽ ഒരു ഭൂരിപക്ഷവും ഇല്ലാതെയാണ് അദ്ദേഹം ഓടി നടന്ന് ഈ 100-ലധികം സീറ്റുകൾ ലഭ്യമാക്കുമെന്നും ഈ വലിയ വലിയ നേതാക്കന്മാർ, ഇപ്പോൾ പറയുന്ന വലിയ നേതാക്കന്മാരെ മുഴുവൻ തൻ്റെ പിന്നിൽ അണിനിരത്തി അദ്ദേഹം ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയതും. പിന്നെ കണക്കുകളൊക്കെ കൃത്യമായി പറഞ്ഞു. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു സാമ്പത്തിക രാഷ്ട്രീയ വീക്ഷണം അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം ഓടി നടന്ന് പറഞ്ഞു. മാത്രമല്ല, ഇദ്ദേഹമാണ് ക്യാപ്റ്റൻ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചു എന്നതും നമ്മൾ അടിവരായിട്ട് പറഞ്ഞേ പറ്റൂ. കാര്യം അതൊരു ചെറിയ കാര്യമല്ല. കാര്യം നോക്കുമ്പോൾ കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഗ്രൂപ്പുകളില്ല. അദ്ദേഹം ഡൽഹി പോയി പറഞ്ഞതാണല്ലോ. മറ്റുള്ളവരെല്ലാം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഗ്രൂപ്പില്ല, ഒരു ഗോഡ് ഫാദർ ഇല്ല. ഒരു ഗോഡ് ഫാദർ ഇല്ല. അദ്ദേഹം ആകെ ജി കാർത്തികേയന്റെ പേര് മാത്രമേ ഉള്ളൂ. അതൊരു പ്രത്യേക ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സൂത്രശാലിത്വം എന്ന് പറഞ്ഞത് അദ്ദേഹം ഈ പദവിയിലെത്തിയ കാര്യത്തെ കുറിച്ചല്ല. താങ്കൾ പറഞ്ഞല്ലോ, ഇതിന് ശേഷം അദ്ദേഹം ഇവരെയെല്ലാം മാനേജ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പൊ രമേശ് ചെന്നിത്തല ചെന്ന് കണ്ട കാര്യങ്ങൾ, കാരണം അദ്ദേഹം ഈ പിണക്കവും ഈ പ്രശ്നങ്ങളും ഒക്കെ ഇടയിൽ നിൽക്കുമ്പോഴും അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇവരെല്ലാം ഒന്നിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ, അത് ഒരു രാഷ്ട്രീയ പ്രൂഡൻസ്. ഇറ്റ്സ് അപ് ടു യു. എന്തായാലും നന്നായിട്ട് പെരുമാറുക എന്നുള്ളത് പ്രധാനമാണ്. അല്ല, മാത്രമല്ല KCയുടെ ധർമ്മപത്നി കുടിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു പോസ്റ്റും ഇല്ലാതെ ചായയാണെന്ന് പറഞ്ഞു. അതെ, കാര്യം അവിടെ ഒരു ആലോചനയുടെ ആവശ്യം അല്ല, ഈ നന്നായിട്ട് പെരുമാറാതിരിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെടുമ്പോൾ VD സതീശൻ പ്രതികരിക്കുന്നത് എങ്ങനെയായിരുന്നു എന്ന് കണക്ക് കൂട്ടുമ്പോഴാണ് അദ്ദേഹം നന്നായിട്ടാണോ പെരുമാറുന്നത് അല്ലാതെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം ഈസ് എ കിങ്. അപ്പൊ പിന്നെ ഇനി അദ്ദേഹത്തിന് നന്നായി പെരുമാറുക എന്നുള്ള ഒരു കാര്യമില്ല. അദ്ദേഹം നന്നായി പെരുമാറിയാ നമ്മൾ നോക്കുന്നത് രമേശ് ചെന്നിത്തലാണ്. അദ്ദേഹം എങ്ങനെ മുഖ്യമന്ത്രി പദവി കിട്ടില്ലായിരുന്നെങ്കിലും അദ്ദേഹം ഇതേ മാനസത്തോട് കൂടി തന്നെ ഇവരൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ഒരിടത്ത് നമ്മളെ എങ്ങനെ പ്ലേസ് ചെയ്യുക, നമ്മൾ തന്നെ എങ്ങനെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണല്ലോ. അത് ഏറ്റവും നീറ്റായി പ്രധാനമല്ല. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ഞാനത് കുറച്ചുകൂടെ മാന്യമായി പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി അല്ലേ, അദ്ദേഹത്തിന് നഷ്ടമുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ സ്വയം എങ്ങനെ പ്ലേസ് ചെയ്യണം എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന സൂത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണ് VD സതീശൻ. അതാണ് നമ്മൾ ഇവിടെയൊക്കെയും കാണുന്നത്. കഴിഞ്ഞ കാലത്തും കണ്ടത് അതാണ്. അതിന്റെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന എല്ലാ നേതാക്കളെയും ചേർത്ത് നിർത്തി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും അറിയാം, പറയുന്ന അദ്ദേഹത്തിനും അറിയാം, ഒപ്പം നിൽക്കുന്ന KCക്കും RCക്കും ഒരു പ്രത്യേകത കൂടി നമ്മൾ ഈ അതേ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണല്ലോ. മിക്കവാറും അദ്ദേഹം കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ധൈര്യത്തിൽ പറയാം. അതായത് അസിത, ഞാൻ ഗോവിയിലേക്ക് വരാം. അതായത് ഞാൻ ഒരു ദേശീയ നേതാവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം VDയെ മുഖ്യമന്ത്രിയാക്കാൻ നടക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ടെൻഷനിലാണോ എന്ന് ചോദിച്ചു. എനിക്കിത്തിരി ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ആ നോർത്ത് പറവൂരിൽ ഒരാൾ വലിയ ടെൻഷനിലായിരിക്കുമല്ലോ, അയാൾക്ക് ഒരു ടെൻഷനില്ല, ഇപ്പോൾ വിളിച്ചാൽ നല്ല ഉറക്കത്തില്ല. അപാരമായ ആത്മവിശ്വാസം അങ്ങനെ ഈ കാര്യത്തിൽ കാണിച്ചു. ഞാൻ നമ്മുടെ ഈ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി അദ്ദേഹത്തെ വിളിച്ചു. ഇനിയിപ്പോൾ ജനത്തിനോട് പറയുന്നതിന് പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, വഞ്ചി തിന്നക്കരയിലാണോ, അങ്ങയുടെ അടുത്തോട്ട് വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലിയ കുഴപ്പം വരുന്നില്ലെന്നേ, പ്രശ്നമൊന്നുമില്ല. പുള്ളി അത് പറയുന്നത് വളരെ ആത്മാർത്ഥമായി തന്നെ, വളരെ ആത്മവിശ്വാസത്തോടെ. അപ്പോഴും നമ്മുടെ ഒരു മാധ്യമ ദൃഷ്ടിയിൽ ഈ പെൻഡുലം KCക്ക് അടുത്തോട്ട് ആടുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ ആടിയ പെൻഡുലം തിരിച്ചിങ്ങ് വന്നു. ചെറിയ കാര്യമല്ല ഗോപി പറയാൻ വന്നത്. അല്ല, SK, ഞാൻ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായ ഒരു മാധ്യമപ്രവർത്തന നിലയിലുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ VD സതീശന് വളരെ മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സമയത്ത് അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വലിയ വിമർശകനായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാർ ദിശ തെറ്റിയ പോലെയാണ് പോകുന്നത്. 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, എൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞാണ്, 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ഈ മന്ത്രിസഭയുടെ ശോഭ കെടുത്തി എന്ന് ആ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച ആളാണ് VD സതീശൻ. അന്ന് നമ്മൾ അതിനെ വിളിച്ച പേര് നിലപാട് എന്നായിരുന്നു. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ഒരുപക്ഷെ സാധ്യതയുള്ളത് മുഖ്യമന്ത്രി ആവാൻ കഴിയാത്തതിന്റെ ചുരുക്കാണ് എന്നായിരിക്കും മറ്റേയാളെ നമ്മൾ വിമർശിച്ച് മാറ്റിയെടുത്തത്. പുതിയ പേരും വന്നു, നിലപാടുകളുടെ ആ പ്രയോഗം അത് വെറുതെ ഉണ്ടായത്. ഞാൻ പറഞ്ഞപ്പോൾ സൂത്രശാലിത്വം എന്ന വാക്ക് സൂത്രത്തിൽ എന്തോ നേടുന്നു എന്നുള്ളതാണല്ലോ. അത് സൂത്രമായി നോക്കുക.
അവിടെ ഒരു game planner എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റ ഉദാഹരണം പറവൂരിൽ 52% ഈഴോ പ്രാന്തിരുന്നുള്ള സ്ഥലമാണ്. വീഡിയോ എടുത്തു പറയുന്നുണ്ട് പറവൂരിൽ 52% വെള്ളാപ്പള്ളിയെ പോലെ. കാരണം വെള്ളാപ്പള്ളിക്ക് എത്ര ഈഴവരുടെ പിൻവല ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും കണിച്ചുകുളങ്ങരയിൽ നിന്ന് ഒരു കൽപ്പന കൊടുത്താൽ എത്ര ആളുകൾ അത് കേട്ട് അനുസരിച്ച് നടക്കും. അങ്ങനെയാണെങ്കിൽ തോറ്റു പോകണമല്ലോ UDF. അവിടെ ശരിക്കും അതേ എടുത്ത നിലപാട് വെള്ളാപ്പള്ളി വലിയ മാത്രമല്ല അതൊരു കീഴ്വഴക്കം തന്നെ ഉണ്ടാക്കി. കാര്യം സമുദായ ആചാര്യന്മാരല്ല തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അത് റിസ്ക് ആണ് എന്ന് പറഞ്ഞാൽ പ്യൂർ റിസ്ക് ആണ്. എന്ന് പറഞ്ഞാൽ UDF ജയിക്കുന്നു, UDF ജയിച്ച് മുഖ്യമന്ത്രി പദവിയിലേക്ക് ആഗ്രഹിക്കുന്ന ഒരാൾ തോറ്റുപോകുന്ന റിസ്ക് അവിടെ ഉണ്ട്. 52% ഈഴോ പ്രാതിനിധ്യമുള്ള സ്ഥലത്ത് ആ മണ്ഡലത്തിൽ സകലമാന ആൾക്കാരും എന്ന് പറഞ്ഞാൽ SNDP ആവട്ടെ, NSS ആവട്ടെ, SDPI ആവട്ടെ, RSS ആവട്ടെ, സകലമാന മനുഷ്യന്മാരും പിന്നെ ടൈസൺ മാസ്റ്ററെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി, സകലമാന മനുഷ്യന്മാരും ഒരാൾക്ക് നേരെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ വെള്ളാപ്പള്ളി നടേശനോട് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള ധൈര്യം, അത് നിലപാടെന്നുള്ള ധൈര്യമാണ്. അവിടെ നമ്മൾ വില വെക്കേണ്ടത് ആരെയാണെന്നറിയോ? നമ്മുടെ വോട്ടേഴ്സിനെ നല്ല തിരിച്ചറിവുള്ളവരാണ്. വീട്ടിലിരുത്തോണ്ടവരെ വീട്ടിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട്, പുറത്തിറക്കേണ്ടവരെ പുറത്തു ഇറക്കി. വോട്ടർമാരെ മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം ആഷ്മിയോട്, ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ വട്ടിയൂർക്കാവ് എന്ന് വെച്ച K മുരളീധരന്റെ കാര്യം എൻ്റെ അടുത്ത് ഒരു നേതാവ് പറഞ്ഞു, അയാൾ ജയിച്ചു കയറാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു സമുദായമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ വലിയ കടുത്ത മത്സരം, ത്രികോണ മത്സരം നടന്നു. അപ്പോൾ ഇവർ അവരുടെ ഇത് ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ഈ നേതാവിനോട് പറഞ്ഞു, ദയവേത് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, അദ്ദേഹം കഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല ഞങ്ങൾ കളി പിടിപ്പിക്കും, മുരളീധരൻ വീട്ടിലിരിക്കും എന്ന് പറഞ്ഞു. മുരളീധരൻ ഇപ്പം നിയമസം ഇരിക്കുക. ഒരു നേതാവ് റിസ്ക് എടുത്തിട്ടില്ല. ഒരു നേതാവ് റിസ്ക് എടുത്തിട്ടില്ല. മാത്രമല്ല അത് വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ അസാധ്യമായ വർഗീയത പറയുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി 1ാം നമ്പർ കാറിൽ അദ്ദേഹം ഉണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ തള്ളിപ്പറയാൻ കൂട്ടാക്കാതെ ചേർത്ത് പിടിക്കാത്ത സമയത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് മാത്രമല്ല സ്കേൻ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു പ്രസംഗത്തിൽ VD സതീശൻ പറയാണ്, ഈ പറഞ്ഞ വർഗീയത പറയുന്നവർ ആരാണെങ്കിലും അവരുടെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൈ വെച്ചാൽ മതി എന്ന് പറയാൻ ഒരു നേതാവിന് ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ താഴെത്തട്ടിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നൊന്നും ഇവർ പറഞ്ഞാൽ ഇവർ പുല്ലുവർ കൊടുക്കില്ലെന്നും ഒരു നേതാവിന് അറിയാനുള്ള ആർജ്ജം ഉള്ളതുകൊണ്ടാണ്. അതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? താഴത്തെ ആൾക്കാരോടുള്ള കണക്ഷൻ കൊണ്ട്, ബന്ധം കൊണ്ടാണ്. ആ ബന്ധം കൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം 100-ലധികം സീറ്റ് കിട്ടും എന്ന് അദ്ദേഹം പിന്നെയും ആർജ്ജവത്തോടെ പറയുന്നതുകൊണ്ടാണ്. ആ കണക്ഷൻ കൊണ്ടാണ്. ആ കണക്ഷൻ CPM ജില്ലാ ഘടകം ഒരു കാര്യം കൂടെ ഇന്നലെ പറഞ്ഞു വെച്ചല്ലോ. അതായത് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ ഓരോ തവണ പ്രശംസിക്കുമ്പോഴും വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പ്രശംസയും കൂടെ വെള്ളാപ്പള്ളിക്ക് കിട്ടി. അത് LDF ക്യാമ്പിന് പിണറായി വിജയൻ മാത്രമേ മനസ്സിലാവാത്തുള്ളൂ. ബാക്കി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? NSSഉം SNDPയും ഒന്നും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ വോട്ടിന്റെയും സ്പോൺസർഷിപ്പ് ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ഇനി പറയാതെ അസിതായി അവിടെ എന്തോ ഒരു ലൈവ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാണി കാപ്പൻ വരുന്നുണ്ടായിരുന്നു, വന്നുപോയി. മാണി കാപ്പനൊരു മന്ത്രിസ്ഥാനം മന്ത്രി വേണമെന്ന് അദ്ദേഹത്തിന് പറയാൻ ആരില്ലാത്ത ആക്കട്ടെ. അത് കിട്ടാൻ വഴിയുണ്ടോ സംശയമുണ്ടോ? വ്യവസ്ഥയിലെന്ന് പറയുന്നു അനൂപ് ജേക്കബും അതായാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ ആരാകും ആദ്യം എന്നുള്ളതാണ് അറിയില്ല. ഒറ്റ MLA-മാരോട് അപ്പൊ നമുക്കൊരു അസിതയ്ക്ക് കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കാനുള്ള അവസ്ഥയുണ്ടോ? എനിക്ക് ഒറ്റ വരിയെ പറയൂ. അതായത് അത് മുൻപ് ഗോപിച്ചേട്ടൻ പറഞ്ഞൊരു തുടർച്ചയാണ്. ഇപ്പോൾ ഗോപിച്ചേട്ടൻ അഭിമുഖത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ അല്ല അതിന്റെ തുടർച്ച ആ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് VD സതീശന്റെ അഭിപ്രായം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ആരും വിമർശനത്തിന് അതീതനല്ലോ. അതിപ്പോൾ അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും എനിക്കിതിൽ പറയാനുള്ളത് VD സതീശൻ എന്ന നേതാവിനെ നിലപാടിന്റെ രാജകുമാരൻ എന്ന് ഈ അടുത്ത കാലത്തായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അടക്കം കൊട്ടിഘോഷിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വിഷയം മാത്രം എടുക്കാം. ഞാൻ ഒരു ഉദാഹരണ സഹിതമാണ് പറയുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം അദ്ദേഹം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒറ്റ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ഗോപിച്ചേട്ടന്റെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം പറഞ്ഞു. മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന് അത് കൊടുക്കണമായിരുന്നു, അവർക്ക് അതിന് അർഹതയുണ്ട്. അത് 2 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സീറ്റ് വർദ്ധിപ്പിച്ചതും ആ സമയത്ത് കോൺഗ്രസിന്റെ സീറ്റ് കുറഞ്ഞതും അപ്പോൾ കൺസിസ്റ്റന്റായി പെർഫോമൻസ് കാഴ്ചവെച്ച മുസ്ലിം ലീഗിന് അത് കൊടുക്കണമായിരുന്നു. എനിക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഉറപ്പായും അത് കൊടുക്കുമായിരുന്നു. മുസ്ലിം ലീഗിന് അതിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് VD സതീശൻ എന്ന് പറയുന്ന നേതാവ്. അതേ നേതാവ് അതേ അഭിമുഖത്തിലല്ല, മറ്റൊരു അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു പൊതുവേദിയിലാണ്, ഒരു പ്രസംഗത്തിലാണ് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ സീറ്റ് ചോദിക്കുന്ന കാര്യത്തെ ഒരു വർഗീയ ചുവയോടുകൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ വിഷയത്തിൽ തന്നെ 2 നിലപാട്. കാലത്തിന്റെ പ്രശ്നം ഏതാണ്?
കാണുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ നിലപാട് പറയുമ്പോൾ അത് എത്ര ഗ്യാപ്പിലാണെന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നിലപാടിന്റെ രാജ്യം ഓക്കെ, അത് അങ്ങനെ വിശേഷിപ്പിച്ചോട്ടെ. പക്ഷേ പലപ്പോഴും ഈ നിലപാടിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. അത് ഞാൻ ഈ ഒറ്റ വിഷയം മാത്രം, ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട മാത്രം വിഷയം മുൻനിർത്തി പറയുകയാണ്. ആ വിഷയത്തിൽ വി.ഡി. സതീശൻ എന്ന നേതാവ് പറഞ്ഞിട്ടുള്ള 2 അഭിപ്രായം യഥാർത്ഥത്തിൽ ഇതിനെയാണ് നമ്മൾ സാധാരണ പറയുന്ന ചൊല്ല് അഭിപ്രായ ഇരുമ്പലൊക്കെ അല്ലെന്ന് മാറ്റേണ്ടി വരും ചിലപ്പോ. അല്ല, നിലപാടുകളും എനിക്കൊന്ന് ഈ 22 സീറ്റിൽ അവർ ജയിച്ചു വന്നു. അപ്പൊ കോൺഗ്രസ്സുകാർ 61 സീറ്റിൽ ജയിച്ചു എന്നുള്ളതും സത്യമാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഒരു കീ പ്ലെയർ ആയിരുന്നു ലീഗ് എന്ന് പറയുന്നത്. നോ ഡൗട്ട്, നോ ഡൗട്ട്. കാരണം അത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഈ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ കാരണക്കാർ ഒരുപക്ഷെ ലീഗ് തന്നെയാണ്. തവനൂരിൽ വി എസ് ചോയി അടക്കം ഈ പറയുന്ന കോൺഗ്രസിന്റെ പല സ്ഥാനാർത്ഥികളും ജയിപ്പിച്ചെടുക്കുന്ന ലീഗിൽ നിന്ന് എസ് കെ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എസ് കെ നമ്മളിപ്പോ ഈ വേഗം ആശ്മി നമുക്ക് ഇടവേളയുടെ നമ്മൾ പറയുന്നുണ്ട് സൂത്രശാലി എന്ന് പറഞ്ഞ ഇരട്ടത്താ പറഞ്ഞു. പക്ഷേ എസ് കെ ജനം വി ഡിയെ കണ്ടത് നിലപാടുകളിൽ സുതാര്യതയുള്ള നേതാവ് ആണ്. ആ നേതാവിനെ ആ ജനം തീർത്തു പിടിച്ചു. അത് അവിടെയല്ലേ എസ് കെ അന്തിമ തീർപ്പ് നമ്മൾ പറയുന്നത്. നമ്മൾ വിമർശിക്കാൻ പാടില്ല എന്ന് എങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഞാൻ പറഞ്ഞു, ഞാൻ സൂത്രശാലി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ക്ലെവർനെസ് എന്ന അർത്ഥത്തിലാണ്. അതിനൊരു സെൻസ് ഉണ്ടല്ലോ. വേറെ വാക്ക് കിട്ടാതെ സൂത്രശാലി എന്ന് പറഞ്ഞാൽ സൂത്രശാലിത്തെ മോശമല്ലല്ലോ. നമുക്ക് വിമർശിക്കാം, മോശമല്ല. നമുക്ക് എത്ര വിമർശിക്കാം. പക്ഷേ ആത്യന്തികമായി തീരുമാനിക്കുന്ന ജനമാണ്. ആ ജനം പക്ഷേ മാൻഡേറ്റ് കൊടുത്ത് വീടിക്കാൻ. അതോട് പറയുന്നത് സൂത്രങ്ങൾ അറിയാവുന്ന വിവേകശാലി ആരോ അവൻ സൂത്രശാലി ബഹുബ്രീ സമാസം. തിരുവനന്തപുരത്ത് തകൃതിയായ ചർച്ചകൾ നടക്കുകയാണ്. പല ക്യാമ്പുകളിലും ഒരാളെ മന്ത്രിയാക്കാനും ആക്കാതിരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് തലസ്ഥാനം എന്തെങ്കിലും നടക്കുന്ന സംവാദങ്ങളും ചർച്ചകളും എന്നറിയാൻ ഷെഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെഫീദ്, എന്തെങ്കിലുമൊക്കെ നടക്കുമോ? എസ് കെ എന്തെങ്കിലുമൊക്കെ നടത്തണം. കാരണം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ, അതിനു മുൻപ് പരമാവധി തീരുമാനം. നാളെ ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട UDFന്റെ കത്ത് കൈമാറണം. ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവനിലാണ് ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. നമുക്കറിയാം, രമേശ് ചെന്നിത്തല ഇന്ന് ഉയർത്തിയ ഒരു ചെക്ക്, ആ ചെക്കിലായിരുന്നു ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചകൾ അത്രയും മാറിയത്. പക്ഷേ ഇത് അവസാന പേരുകളിലേക്ക് 11ഉം 12ഉം പേരുകളിലേക്ക് കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ പട്ടിക വരുമ്പോൾ വലിയ ആകാംക്ഷ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ AP അനിൽകുമാർ വരെ ഏതാണ്ട് തീരുമാനമായി നിൽക്കുകയാണ്. ഷാനിമോൾ ഉസ്മാൻ ഉണ്ടോ? ഷാനിമോൾ ഉസ്മാൻ ഉണ്ടെങ്കിൽ അത് അടുത്ത സ്ഥാനത്ത് 12ാമത്തെ മന്ത്രി അത് IC ബാലകൃഷ്ണനാണോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. രണ്ടാമത്തേത്, അഥവാ ഷാനിമോൾ ഉസ്മാൻ ഇല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയുടെ ആവശ്യപ്രകാരം അൻവർ സാദത്ത് ഇക്കാര്യത്തിൽ വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് നടക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനമാകണമെങ്കിൽ ഇപ്പോൾ KPCCയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ദിരാഭവനിൽ നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശൻ അടക്കമുള്ള ആളുകൾ അവർ ചേർന്ന് നടത്തുന്ന ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച കഴിയണം. ലീഗിന് 5 സ്ഥാനം എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. അല്പസമയം മുൻപ് ജോസഫ് വിഭാഗം അടക്കം എത്തിയിരുന്നു, മാണി സി കാപ്പൻ എത്തിയിരുന്നു. നേരത്തെ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടൈം വ്യവസ്ഥയിൽ പങ്കുവെക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മാണി സി കാപ്പന്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ടൈം വ്യവസ്ഥ അദ്ദേഹം അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാളെയും ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ തുടരും, വകുപ്പുകൾ നിശ്ചയിക്കണം. നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു ധാരണയായി അവസാന എന്തിലേക്ക് അത് എത്തുമ്പോൾ ഘടകകക്ഷികളുമായിട്ടുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അല്പസമയം മുൻപ് സംസാരിച്ച ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞത് നാളെയും ഘടകകക്ഷികളുമായുള്ള ചർച്ച തുടരും. അങ്ങനെയെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുൻപെങ്കിലും ഗവർണർക്ക് പട്ടിക കൈമാറാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും. ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകി. താങ്ക് യു ഷെഫീദ്. അപ്പം അസിത, ശരിക്കും എന്തായാലും ഈ ചർച്ചകൾ പുരോഗമിക്കുന്നു, അവരൊരു കരയ്ക്ക് കൊണ്ട് എത്തിക്കുമെന്ന് ഏകദേശം മനസ്സിലായി. പക്ഷേ ഈ സർക്കാരിനെ കാത്തിരിക്കുന്ന ഗുരുതരമായ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അത്ര എളുപ്പം ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല. മുണ്ട് മുറുക്കി കൊടുക്കുന്നത് മാത്രമല്ല 2-3 തവണ ബെൽറ്റൂടെ കെട്ടേണ്ടി വരും എന്നുള്ള അവസ്ഥയുണ്ട്. ഇന്നലെ എന്തായാലും മുതിർന്ന നേതാവ് AK ആന്റണിയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പരാമർശം നടത്തുന്നത്. പക്ഷേ അതിന് പിന്നാലെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് എന്താണ് നിലവിലെ ധനസ്ഥിതി എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് പക്ഷേ അത്ര കണ്ട് ചർച്ചയായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തു തന്നെയായാലും ഇവിടെ UDF നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം ജനപ്രിയമായ ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അത് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ മന്ത്രിസഭാ രൂപീകരണമൊന്നും വന്നിട്ടില്ല. നയപരമായ ഒരു തീരുമാനം വന്നാൽ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന സംഗതിയാണ്. പക്ഷേ എങ്കിൽ പോലും 15 എന്നൊരു ഡേറ്റ് KC വേണുഗോപാൽ എന്ന നേതാവ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെയൊക്കെ കേരളത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നത്. അപ്പോൾ അവരുടെ പ്ലാൻ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഫലം വരുന്ന ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 101-100-ലധികം എന്ന ആത്മവിശ്വാസം അങ്ങനെ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയിൽ തീരുമാനം, മന്ത്രിസഭാ രൂപീകരണം. പക്ഷെ അത് നടക്കാതെ പോയത്
പോയത് കോൺഗ്രസിനുള്ളിലെ UDF-നുള്ളിലെ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്ന്. അതുകൊണ്ടാണ് ആ ഡേറ്റ് നീണ്ടുപോകുന്നത്. എന്തായാലും ആ 15 എന്നുള്ള ഡേറ്റ് അവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് എന്ന് തന്നെയായാലും അത് നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനമാണെങ്കിൽ വലിയ പ്രതിസന്ധി സ്വാഭാവികമായും സർക്കാരിനെ കാത്തിരിക്കുകയാണ്. നമ്മൾ മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ KSRTC വലിയ നിലയിൽ പ്രതിസന്ധി നേരിട്ട ഒരു കാലമായിരുന്നു. അതിൽ നിന്നും പതിയെയാണെങ്കിലും കരകയറി വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം വീട് കിടന്നിടത്തു നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ഈ പ്രഖ്യാപനം വരുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അപ്പോൾ അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൽ വരാൻ പോകുന്ന അധിക ബാധ്യത എത്രയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊന്ന്. രണ്ട്, ആശമാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട് അവരുടെ സമരം നടക്കുന്ന ഘട്ടത്തിൽ VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ആ സമരവേദിയിൽ പോയി പറഞ്ഞത് ആദ്യത്തെ ക്യാബിനറ്റിലെ തീരുമാനമായിരിക്കും 21,000 രൂപയാക്കി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയുന്നത് പോലെ തന്നെ ഇതൊരു കേന്ദ്ര സ്കീമാണ്. അതിലുള്ള പ്രതിസന്ധികൾ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ തീരുമാനത്തിലേക്ക് എങ്ങനെ എത്താനാകും എന്നുള്ളതാണ്. അപ്പോൾ ആശമാരുടെ വേതനം അത്ര വർദ്ധിപ്പിക്കുമ്പോൾ അത് മാത്രമായി പിന്നീട് ചുരുങ്ങുമോ എന്നുള്ള സംശയമുണ്ട്. സ്വാഭാവികമായും അത്തരം സ്കീമുകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. അവരിലേക്കൊക്കെ ഈ ആവശ്യം വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊരു കാര്യം, ഈ ഇൻഷുറൻസുമൊക്കെ ബന്ധപ്പെട്ട് മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് മുൻപും ഉണ്ടായിരുന്നു. അത് കർഷകർക്കുള്ള ധനാശ്വാസമായിരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുന്നത്തെ കാലത്ത്. പക്ഷെ അതൊന്നും നടപ്പിലായിട്ടേ ഇല്ല. ഇപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എവിടുന്ന് ഈ സാമ്പത്തിക കണ്ടെത്തും, ഇതെങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ധനകാര്യം കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നത്. വലിയ വിജയം നേടി മുഖ്യമന്ത്രി നിർണയത്തിൽ കുരുങ്ങിയ കോൺഗ്രസിന് മുന്നിൽ മന്ത്രിസഭാ രൂപീകരണവും വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ തിരക്കിട്ട ചർച്ചകളുമായി കോൺഗ്രസ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും എന്ന് തീരുമാനിച്ചതോടെ വലിയൊരു കീറാമുട്ടി അവർ കടന്നു. അതുപോലെ മുഖ്യമന്ത്രി VD സതീശൻ ധനം വകുപ്പ് കയ്യിൽ വയ്ക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും പരിചയവും ഒക്കെ തന്നെ ഇതിന് ഉപയോഗിക്കാൻ കഴിയും എന്ന നില കൂടി വരുന്നു. 8 പേരാണ് നിലവിൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല കൂടാതെ സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, M ലിജു, PC വിശ്വനാഥ്, ബിന്ദുകൃഷ്ണ, ചാണ്ടിയുമ്മൻ എന്നിവർ മന്ത്രിസഭയിലെത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞു. VD സതീശൻ ക്യാബിനറ്റിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാകുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. അതേസമയം ഒരു മന്ത്രിയും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും നൽകാമെന്ന കോൺഗ്രസ് ഫോർമുലയ്ക്ക് വഴങ്ങില്ല എന്ന നിലപാടിലാണ് PJ ജോസഫും കേരള കോൺഗ്രസ് ജോസഫ് ആകും. ഷിബു ബേബി ജോണും CP ജോണും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം നൽകുന്നതിൽ ഇപ്പോഴും തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ഒരു ടൈം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുന്നുണ്ടെങ്കിലും മാണി സി കാപ്പൻ അതിന് വഴിപ്പെടില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരികയാണ്. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഗോപികൃഷ്ണൻ ഇനി തീരാൻ തോന്നുന്നു. പക്ഷേ അത് വലിയ കാര്യമാണ്. കാരണം ഇനി മന്ത്രിസ്ഥാനമില്ല. അതെ. അല്ല SK, എനിക്ക് തോന്നുന്നു ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഈ തർക്കവും പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിച്ചു എന്നാണ് തോന്നുന്നത്. കാരണം ഇനി 1-2 പേരുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനേ ഉള്ളൂ. അതിലിപ്പോൾ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്ന 2 പേരിൽ ഒരാൾക്ക് ബർത്ത് കിട്ടുമോ? പിന്നെ KC ജോസഫ് എന്തായാലും മന്ത്രിയാവുന്ന രാവിലെ തന്നെ ഏതാണ്ട് ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ IC ബാലകൃഷ്ണൻ പുറത്തായിരിക്കും. IC കൂടെ വേണം. കാരണം IC പട്ടിക വകുപ്പിൽ മന്ത്രിയാകണം എന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ സന്ദർഭവശാൽ എല്ലാവർക്കും ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ സൂത്രശാലിത്വം ഉള്ളതുകൊണ്ട് ഡൽഹിയിലേക്ക് തന്നെ ഒരു സന്ദേശമൊക്കെ അയച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് N ശക്തനില്ല. N ശക്തന്റെ പേര് നമ്മൾ ഇതിൽ കണ്ടില്ല. ഈ പട്ടികയിൽ അദ്ദേഹം ഇതിനകത്ത് ഉണ്ടാകും എന്ന് കരുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ പേര് കണ്ടില്ല. പിന്നെ ഈ ഷാനിമോൾ ഉസ്മാന്റെ കാര്യം നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിൽ VD സതീശൻ അങ്ങനെ ഷാനിമോൾ ഉസ്മാൻ കൂടി ഈ മന്ത്രിസഭയിൽ വേണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആകെ ഒരു വനിതാ അംഗം മാത്രമാണുള്ളത്, ബിന്ദുകൃഷ്ണ മാത്രമാണ്. അത് ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ SK, എനിക്ക് ഒരു കാര്യം പറഞ്ഞില്ല, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ആ ക്ലെയിം വളരെ ന്യായമാണെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം 8 സീറ്റിൽ അവർ മത്സരിച്ചു. അവർക്ക് യഥാർത്ഥത്തിൽ 10 സീറ്റുണ്ട്. ഇടുക്കിയും ഏറ്റുമാനൂരും അവർ വിട്ടുകൊടുത്തു. അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പോൾ സത്യത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾ ജയിക്കുമായിരുന്നു അവിടെ. ആ സീറ്റിൽ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് 9 കിട്ടും. അപ്പോൾ അവരുടെ ക്ലെയിം വളരെ ന്യായമാണെന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായുണ്ട്. കാരണം ഒരു മന്ത്രി, കാരണം ഒറ്റ MLA ഉള്ള കക്ഷിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം തന്നുകൂടാ എന്ന നമ്മുടെ ജോസഫ് സാറിന്റെ ആവശ്യം വളരെ ന്യായമാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ആ രീതിയിൽ അത് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മന്ത്രി സാറ് പറയുന്നത് അവിടെ 2 അടുത്ത് ജോസഫ് ഗ്രൂപ്പിനെ മത്സരിപ്പിച്ചെങ്കിൽ പാട്ടും പാടി ജയിച്ചാൻ എന്ന് അദ്ദേഹം പറയുന്നത്. പാട്ടും പാടി ജയിച്ചാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ മോൻസ് ജോസഫും പിന്നെ അബു ജോൺ ജോസഫുമായിരിക്കും മന്ത്രിമാരാവുക എന്നാണ് എനിക്ക് തോന്നുന്നു. ആ ഒരു കാൽക്കുലേഷൻ അദ്ദേഹത്തിനുണ്ട്. മകൻ ആദ്യമായി അവിടെ ഇരിങ്ങാലക്കുട തോമസ് ഉണ്ണിയാടൻ ഉണ്ണിയാടൻ വളരെ ശക്തമായ സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നുണ്ട്. പക്ഷേ അബു ജോസഫ് നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ണിയാടൻ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. പിന്നെ SK, ലീഗിന്റെ കാര്യത്തിലും പൂർണ്ണമായ വ്യക്തത ആയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു 5 മന്ത്രിമാർ എന്നാണ് പറഞ്ഞത്. PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അതിൽ പാറക്കൽ അബ്ദുള്ളയുണ്ട്, N ഷംസുദ്ദീൻ ഉണ്ട്, പിന്നെ KM ഷാജിയും
ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ അബ്ദുൾ ഗഫൂറാണ്. അവിടെ AKM അഷ്റഫിനെ കൂടി പരിഗണിച്ച് ഒരാളുടെ കാര്യത്തിൽ, അതായത് അബ്ദുൾ ഗഫൂറും AKM അഷ്റഫും 2 ടേമായി കൊടുക്കുന്ന കാര്യമൊക്കെ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്നു. അതിൽ തീരുമാനമായോ എന്നറിയില്ല. കാരണം PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് ഇനി ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നാളെ വേണ്ടി വന്നാൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുമെന്നാണ്. അപ്പോൾ അവിടെ ഒരു അവ്യക്തത ഉണ്ടെന്ന് നമുക്കൊരു സൂചന. മാത്രമല്ല PK ബഷീർ നിലപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തേണ്ട സമയം വേണം അവർക്ക്. ആഷ്മി, എനിക്ക് തോന്നുന്നത് ഇത് അത്ര കൂടുതൽ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ലീഗ് ഒരു കൈൻഡ് ഓഫ് കേഡർ പാർട്ടി പോലെയാണല്ലോ. അപ്പൊ PK ബഷീർ ഒരുപാട് കടുപ്പിച്ചാലും കടുപ്പിക്കൽ വലിയ കഥ ഉണ്ടാകാൻ ഇടയില്ല. അത്ര കടുക്കില്ല സംഭവം. ഇപ്പൊ നോക്കൂ, ഇവിടെ 140, ഇപ്പൊ നമ്മുടെ ഇവിടെ ജനസംഖ്യ വെച്ചിട്ട് 140 MLA വെച്ചിട്ട് ആകെ 21 മന്ത്രിമാർക്കാണ് സ്കോപ്പുള്ളൂ. അതിനകത്ത് കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിസഭ പുറത്ത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ 63 ഘടാഘടിയന്മാരെ കിടിലങ്ങൾ നിൽപ്പുണ്ട്. ഓരോരുത്തരും ഇപ്പം ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ബാക്കി എല്ലാ അതേ പ്രശ്നമാണ്. ഇപ്പൊ ഓരോ കാറ്റഗറി, ഇപ്പൊ ഇനി സമുദായം, ജെൻഡർ, ഈ പറഞ്ഞ ബാക്കി എന്ത് കാറ്റഗറി എടുത്ത് നോക്കിയാൽ അതിനൊക്കെ പറ്റി ഏറ്റവും ചുരുങ്ങി 10 പേരുണ്ട്. അതിനെടുക്കാൻ അതിന്റെ പിന്നാലെ ഈ പറഞ്ഞ KC വേണുഗോപാൽ ഗ്രൂപ്പ് പറയുന്ന അത്രയും ആളുകൾ, രമേശ് ചെന്നിത്തല പറയുന്ന അത്രയും ആളുകൾ എല്ലാം കൂടി ചേർന്ന് ഈ പറഞ്ഞ 11 പേരെ വേണം കോൺഗ്രസ് ഒതുക്കാൻ. ഉറപ്പായും ഇച്ഛാഭംഗങ്ങൾ, മോഹഭംഗങ്ങൾ ഉറപ്പായും ഉണ്ടാകും. അത് പുറത്തേക്ക് പൊട്ടിത്തെറി എത്രത്തോളം വരാതിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കഴിവ്. ഇനി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് നേരത്തെ ഗോവിചേട്ടൻ പറഞ്ഞ പോലെ അവർ 2 സീറ്റ് കോൺഗ്രസിനോട് മാറ്റിക്കൊടുത്താണ്. എനിക്ക് റോഷി അഗസ്റ്റിന്റെ കാര്യത്തിൽ മാത്രം ഒരുപക്ഷെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയതുകൊണ്ട് ഒരാളുടെ ബെനിഫിറ്റ് UDF കിട്ടി എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായ സമയത്ത് ആരും സീറ്റ് വിട്ടുകൊടുക്കാത്ത സമയത്ത് 2 സീറ്റ് വിട്ടുകൊടുത്തവരാണ്. അവരും 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നു. പക്ഷേ ഒരു മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി സ്ഥാനം കൊടുക്കാമെന്ന് പറയുന്നു. അതിനോട് ജോസഫ് സാർ എങ്ങനെ അനുനയിക്കുമെന്ന് അറിയില്ല. എനിക്കൊന്ന് UDF പ്രതീക്ഷ 2 സീറ്റ് വിട്ടുകൊടുത്ത പോലെ ഇക്കാര്യത്തിലും അവർ അനുനയത്തിൽ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലീഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ഞങ്ങൾ കഴിഞ്ഞ 5 മന്ത്രിമാരുണ്ട്. ഇക്കുറി 5 മന്ത്രിമാർ ഒറ്റ മന്ത്രി കുറയ്ക്കുക എന്ന അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾക്ക് 5 മന്ത്രിമാർ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം AKM അഷ്റഫ് എന്ന് പറയുന്നത് കാസർഗോഡ് അവിടെ പോരാടി. ഇപ്പം മലപ്പുറത്ത് KM ഷാജി ജയിച്ചതുപോലെയോ അല്ലെ PK കുഞ്ഞാലിക്കുട്ടി ജയിച്ച പോലെയുള്ള ജയമല്ല AKM അഷ്റഫിന്റെ അടക്കമുള്ള ജയം. കാസർഗോഡ് ജയിക്കുന്നത് വലിയ പോരാട്ടം നടത്തി വലിയ പോരാടി ജയിക്കുന്ന ജയമാണ്. മാത്രമല്ല AKM അഷ്റഫിനെ ഞാൻ അന്ന് ഷിരൂര് നമ്മുടെ കാണാതായ സമയത്തൊക്കെ ഷിരൂരൊക്കെ അവിടെ ഒന്ന് കഷ്ടപ്പെടുന്ന ഒരു MLA നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ ഒരു മന്ത്രിസഭാ ബർത്ത് കൊടുത്താൽ, ഒരു മന്ത്രി ബർത്ത് കൊടുത്താൽ അദ്ദേഹം നിരാശപ്പെടുത്തില്ല എന്നെ വ്യക്തിപരമായ കൊടുത്ത ബോധ്യമാണ്. എന്തായാലും ആകെ ഇത്ര എല്ലാം കൂടി ഇത്ര മന്ത്രിസഭാ സ്ഥാനമേ ഉള്ളൂ. ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും കുറേയധികം ഇച്ഛാഭംഗങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഒരു MLA വ്യക്തിപരമായി പറഞ്ഞാണ് ഞാൻ MLA വിളിച്ചു. ഞാൻ ചോദിച്ചു എങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടുമോ? എന്നാ പറയാനാന്ന്, ഒരുപാട് പേര് ജയിച്ചു വന്നേക്ക്, ഇത്ര പേര് ജയിക്കണ്ടായിരുന്നു എന്നൊരു MLA സത്യം ഞാൻ പേര് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ അവസ്ഥ അവിടെ ഉണ്ട്. നിങ്ങൾ ഒരുപാട് പേരും ജയിച്ചു പോയി, ഇത്തരം പേര് ജയിക്കണ്ടായിരുന്നു തോന്നുന്നു ഒരു MLA പറഞ്ഞു. അപ്പോൾ ഞാൻ പേര് പറഞ്ഞില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇന്ന് ഗോപി വളരെ രസകരമായ ഒരു കാര്യം, അത് പ്രേക്ഷകര് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ ഈ വഴുതക്കാട് കൃഷ്ണവിലാസ് റോഡ് എന്ന റോഡിലാണ് ഈ രമേശ് ചെന്നിത്തല സാറ് താമസിക്കുന്നത്. ദേവദത്തം അതിന്റെ വീട് അവിടെയാണ്. അപ്പോൾ ഈ അവിടുത്തെ ഒരു അത്ര വീതി കൂടിയ വഴിയല്ല, കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. ആ വഴിയിലെന്ന് വെച്ചാൽ ആൾക്കാരെ കൂട്ടിമുട്ടാതെ പോകാൻ പറ്റുന്ന വഴിയാണ്. ഇന്ന് മൊത്തം ഇടിച്ച ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. അതിലൊരു 4 പേര് ഇടിക്കുന്നുണ്ട്, 2 പേര് മന്ത്രിയാകാനുള്ള ആൾക്കാരാണ്. അതാണ് ഇന്നത്തെ അവിടുത്തെ അവസ്ഥ. ഞാൻ നോക്കി ആ വഴിയിലൊക്കെ ആൾക്കാർ മന്ത്രിമോഹികളും മന്ത്രിയാവാൻ അർഹതയുള്ളവരും ഒക്കെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെന്നിത്തല ഇറങ്ങി വന്ന് നോക്കിച്ചു മോഹിപ്പിച്ച അകത്ത്. ഇപ്പൊ ഇതാ എനിക്കൊന്ന് ഇത് രമേശ് ചെന്നിത്തല വീടാണോ എന്ന് എനിക്ക് അറിയില്ല. KPC ആസ്ഥാനത്താണ്. എനിക്കൊന്ന് ചർച്ചകൾ മുഴുവൻ KPC ആസ്ഥാനത്തേക്ക് മാറിയെന്നാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് മന്ത്രിയാകാൻ സാധ്യതയുള്ളവരും താല്പര്യമുള്ളവരും ഒക്കെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. CP ജോൺ മന്ത്രിസ്ഥാനം ഉറപ്പായി. എനിക്ക് തോന്നുന്നത് കുറച്ചധികം കാലമായി അദ്ദേഹം ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വളരെ സജീവമായിരുന്നു. ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. നടപ്പാക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അത് ചർച്ച നമുക്കൊന്നും മനസ്സിലാവില്ല. ഹൈ ലെവൽ സാധനം പറഞ്ഞത്. ഒരു ചർച്ചയ്ക്കകത്ത് എസ്കൻ പുള്ളി വെച്ചു ഈ ഫിസിക്കൽ പ്രാക്സിറ്റി ഫിസിക്കൽ വെലോസിറ്റി വ്യത്യാസം എന്താ ഹാഷ്മി പറ. ഞാൻ പറഞ്ഞ വളരെ ശരിയാണ്, അത് പറ എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അദ്ദേഹം സംസാരിക്കുന്നില്ല. അദ്ദേഹം പുറത്തേക്ക് KPC ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം മിക്കവാറും മാധ്യമോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതല്ല, നമ്മൾ ഈ വയറാവള്ളിയും ബൾബുമായിട്ട് ചെന്ന് വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളത് ഉറപ്പാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തായാലും ഭയങ്കര ഇടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ മാരത്തോൺ ചർച്ചയായിരുന്നു. അപ്പോൾ ആ ചർച്ചകളൊക്കെ ഫ്രൂട്ട്ഫുൾ ചർച്ചകൾ തന്നെയായിരുന്നു. എല്ലാവരെയുമായും നേരത്തെ പോയി കണ്ടു, അവരുമായിട്ടൊക്കെ പ്രശ്നം
എനിക്ക് അദ്ദേഹത്തോടൊരു കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട് കാശ്മീർ. ഇത്രയും മണിക്കൂർ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ക്ഷീണമില്ലാതെ ഇരിക്കാനും ആദ്യം രാവിലെ കണ്ട പോലെ തന്നെ വൈകുന്നേരവും ചിരിക്കാനും കഴിയുന്നതിന് അദ്ദേഹം എന്താണ് ഈ ഊർജം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? എന്തോ ഒരു ഊർജ സ്രോതസ്സുണ്ട്. അസിത, താങ്കളുടെ ഊഴം. എനിക്ക് ഇവിടെ ആദ്യം തന്നെ പറയാനുള്ളത്, ഇവിടെ പലപ്പോഴും തമാശയായി പോലും നമ്മൾ പറയുന്നത് ഇത്രയധികം MLA-മാർ വിജയിച്ചു വന്നതുകൊണ്ടാണ് ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നമാണെന്ന് തിരുവനന്തപുരത്തും ബോധ്യപ്പെട്ടു. പക്ഷേ 99 102 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അത് രണ്ട് സംവിധാനത്തിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ അതിനെ കാണുന്നത്. അതായത് താരതമ്യപ്പെടുത്താൻ പോലും കഴിയുന്ന സംവിധാനമല്ല. പക്ഷെ അതാണ് ഒരു കേഡർ പാർട്ടി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതിന്റെ വ്യത്യാസം അതാണെന്നുള്ളതാണ് ഞാൻ ആദ്യം അതിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു സംവിധാനം തോറ്റതും ഒരു സംവിധാനം ജയിച്ചത്. ആ സംവിധാനം 2 തവണ ജയിച്ചിരുന്നല്ലോ SK. അതെന്തായിക്കോട്ടെ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, SK ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നതും അത് തന്നെയാണ്. അതായത് ഇപ്പോൾ 102 എന്നുള്ള എണ്ണം മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ UDF-ന് പരിഗണിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അതിലപ്പുറം മതസാമുദായിക സന്തുലിതാവസ്ഥ, അത് വളരെ നിലയിൽ അവർക്ക് പരിഗണിക്കേണ്ടി വരും. എല്ലാ കോണുകളിൽ നിന്നും അത്തരത്തിലുള്ള ആവശ്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗത്തിൽ നിന്നും ആളുകളെ ഉറപ്പാക്കാൻ അവർ എല്ലാ കാലവും ശ്രമിക്കാറുണ്ട്. അത് ഒരു പരിധിവരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിനെ വ്യത്യസ്തമായ ഒരു നിലയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ അൻവർ സാദത്തിന്റെ കാര്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ ഒക്കെ വന്ന വാർത്തകൾ പ്രകാരം അൻവർ സാദത്തിന്റെ പേര് പരിഗണിക്കുന്നതിന് ഒരു തടസ്സമായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കണ്ടത് മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനമുണ്ട്. അത് സ്വാഭാവികമായും 5 പേരും മുസ്ലിം നാമധാരികളാണ്. അപ്പോൾ ഒരാൾ കൂടി മുസ്ലിം നാമധാരി വരുമ്പോൾ ആ നിലയിലുള്ള പ്രശ്നങ്ങൾ അതൊരു അസന്തുലിത അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ നിലയിലൊക്കെ കാര്യങ്ങൾ പരിഗണിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കും കേരളത്തിന്റെ ഈ അവസ്ഥ എന്നുള്ളത് എന്നെ ആശങ്കപ്പെടുത്തിയിരുന്നു ഇന്നത്തെ പകൽ മുഴുവൻ. അതായത് സ്കെൻ ഇത് തന്നെയാണ് കാര്യം. ഇപ്പോൾ പേരുകൊണ്ട് മാത്രം ഒരു ഐഡന്റിറ്റി കൊടുത്ത് അപ്പോൾ അതുകൊണ്ട് മാത്രം അങ്ങനെ ഈ എണ്ണം കണക്കാക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണെങ്കിൽ അത് നല്ലൊരു കീഴ്വഴക്കമല്ല. ഇനി അതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അത് അങ്ങനെ പരിഗണിക്കട്ടെ. എന്തായാലും നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ PJ ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യം ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞു. അത് എനിക്കും അതിനോട് ആ അഭിപ്രായം തന്നെയാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം 2 സീറ്റ് നിർണായക ഘട്ടത്തിൽ ഒഴിഞ്ഞുകൊടുത്ത ഘടകകക്ഷിയാണ് അവർ. അപ്പോൾ അവർക്ക് അതിന് ക്ലെയിം ഉണ്ട്. PJ ജോസഫ് ഒരു നിലയിലുമുള്ള അനുനയത്തിന് വഴങ്ങിയില്ല എന്നതിന്റെ എല്ലാ സൂചനകളും അദ്ദേഹത്തിന് ഇന്ന് പ്രതികരണത്തിലുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും 8 പേർ ജയിച്ചു വരുമ്പോൾ അവിടെയും സീനിയർ ലീഡേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ ഒരാൾക്ക് എന്തായാലും മന്ത്രിസ്ഥാനം വേണം. അതോടൊപ്പം തന്നെ PJ ജോസഫ് ഗ്രൂപ്പിൽ തലമുറ മാറ്റം എന്നുള്ള നിലയിൽ നമ്മൾ വാർത്തകൾ നൽകുന്നു. അതിൽ ജയിച്ചു വന്ന ഒരാൾ അബു ജോൺ ജോസഫാണ്. PJ ജോസഫിന്റെ മകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനും അബു ജോൺ ജോസഫിനും ആ നിലയിൽ ഒരു പരിഗണന ഉറപ്പാക്കേണ്ടത് PJ ജോസഫിന്റെ ആവശ്യമാകാം. അതുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം ഈ 2 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് വനിതാ പ്രാതിനിധ്യമാണ്. എന്തായാലും ഇപ്പോൾ അവസാനം വരുന്ന ലിസ്റ്റ് പ്രകാരം അതിൽ ബിന്ദു കൃഷ്ണ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പാകുന്നുണ്ട്. അപ്പോഴും SK ഞാൻ ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി പറയേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സന്തുലിതാവസ്ഥയും പരിഗണിച്ചു വരുമ്പോൾ അവസാനം ഏതെങ്കിലും ഒന്ന് വെട്ടാം എന്നുള്ള നിലയിൽ വരുമ്പോൾ അത് ഈ വനിതാ പ്രാതിനിധ്യം മാത്രമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും പ്രശ്നമാണ്. അവർക്ക് വേണ്ടി ചോദിക്കാൻ ഒരു സമുദായ അംഗങ്ങളും വരില്ല എന്നതുകൊണ്ടാണോ എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ 99 സീറ്റിൽ വിജയിച്ചു വന്ന മന്ത്രിസഭ അവിടെ രൂപീകരിക്കുമ്പോൾ അവിടെ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അതിന് വേണമെങ്കിൽ അത് സാധിക്കും. പക്ഷെ സാധിക്കാതെ പോകുന്നത് ഇത്തരം സമവാക്യങ്ങൾ പരിഗണിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. പക്ഷെ നമ്മൾ UDF-ന്റെ കാര്യം പരിഗണിക്കുമ്പോൾ അങ്ങനെ അല്ലാതൊരു ഐക്യം, അങ്ങനെ അല്ലാതൊരു സമവാക്യം അവിടെ നിന്ന് ഉണ്ടാകണം എന്നുള്ളത് ഷഠിക്കാനും തരമില്ലല്ലോ. ആഷ്മിയിലേക്ക് വരുമ്പോൾ ഞാനൊരു കമന്റ് ബോക്സിൽ ഒരു കമന്റ് ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ എൻ്റെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ചാണ്ടിയുമ്മൻ വളരെ ജൂനിയറാണ്, അദ്ദേഹത്തിനെ മന്ത്രിയാക്കണം. സതീശൻ തീരുമാനിച്ചു കഴിഞ്ഞു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അദ്ദേഹമാണല്ലോ അന്തിമമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. മാത്രമല്ല ചാണ്ടിയുമ്മൻ ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ മോഡലാണെന്ന് ഞങ്ങൾ പറയും. കാരണം ഒരു പഞ്ചറാകാത്ത സൈക്കിളും എടുത്ത് തേരാപാര ചവിട്ടി മണ്ഡലത്തിലൂടെ നടന്ന് ഫ്ലക്സിന് പൈസ ചിലവാക്കാതെ ജയിച്ചു വന്ന വളരെ 1-2 പേരേ ഉള്ളൂ അങ്ങനെ പൈസ കുറച്ച് ചിലവാക്കി. അതിൽ ഏറ്റവും കുറച്ച് പൈസ ചിലവാക്കിയത് എനിക്കൊന്ന് അദ്ദേഹം ചായ കുടിക്കാൻ ചിലവാക്കിയ പൈസ മാത്രമേ ഉള്ളൂ അല്ലേ? തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കീർത്തനയാണ്. അതെ, ഇവിടെ PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ വ്യവസായം കീർത്തനയ്ക്കാണ്. ഓക്കെ ആഷ്മി. ഞാൻ കാര്യത്തിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയധികം MLA-മാരുണ്ട്, ഇത്രയധികം അത്രയും കുറച്ച് മന്ത്രി മാത്രമേ ഉള്ളൂ. അപ്പം SK ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അത് ഓൾമോസ്റ്റ് പരിഹരിച്ചു. ഇപ്പോൾ അവിടെ KPCC ആസ്ഥാനം നടന്നുകൊണ്ടിരുന്ന അതിൻ്റെ ഫൈനൽ ലിസ്റ്റിംഗ് ആണ്. അതിനുശേഷം ഹൈക്കമാൻഡ് ഇപ്പോൾ ദീപാദാസ് മുൻഷി അടക്കമുള്ളവരുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ റാറ്റിഫിക്കേഷൻ നാളെ വൈകുന്നേരത്തോടുകൂടി എല്ലാ മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർ കൈമാറുക എന്നുള്ളതാണ്. അത് അടുത്ത കാലത്ത് UDF-ന്റെ ചരിത്രത്തിൽ അങ്ങനെ വളരെ സ്മൂത്തായി ഒരു മന്ത്രി ചർച്ച നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
എസ് കെ ആത്യന്തികമായി ഇതിന് റിയൽ ടെസ്റ്റ് വരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ്, ഭരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് നിലപാട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വർഗീയതയ്ക്കെതിരെ ഇലക്ഷൻ മുഖത്ത് കടുത്ത നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിലപാട് തന്നെയാണ്, അക്കാര്യം തർക്കമില്ല. അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്, അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ആ നിലപാട് ജനം ചേർത്തിർത്തും അതിൻ്റെ ഉദാഹരണമാണ് വി ഡി സതീശൻ. പക്ഷേ എസ് കെ അത് ഭരണത്തിലേക്ക് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ അത് മാത്രം കൊണ്ട് കാര്യമില്ല, അത് ഭംഗിയായി ഭരിക്കണം. അവിടെ സ്കോപ്പില്ല. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നേരത്തെ പറയുന്നത് പോലെ ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് മാത്രമാണോ കാര്യം എന്ന കാര്യം നമുക്ക് ഈ ഡെപ്റ്റ് GST റേഷ്യോയുടെ കണക്കൊക്കെ നോക്കി നമ്മൾ തലവിരുത്ത് പോകുന്ന പോലെയുള്ള അവസ്ഥയുണ്ട്. മാരകമായ കടം കയറുന്ന ഒരു സംസ്ഥാനമായി കേരളം പ്രത്യേകിച്ച് മാറുന്നുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധി നടുവിൽ തന്നെയാണ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ വി ഡി സതീശൻ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി അടക്കമുള്ള കാര്യം ഡെലിവറി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എസ് കെ ഇപ്പോൾ കയറി ആദ്യം ചെയ്യാൻ പോകുന്നത് ധവളപത്രം ഇറക്കാൻ പോവുകയാണ്. ധവളപത്രം ഇറക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഉള്ള മറുപടി ആവുന്നില്ല. എന്താണ് യഥാർത്ഥ അവസ്ഥ എന്നേ ഉള്ളൂ. ഇപ്പോൾ ധവളപത്രം നമ്മൾ പോലും അത് കമ്പോടുമ്പോൾ കുത്തിരുന്ന് വായിക്കുന്നുണ്ട്. നമുക്ക് വൈകിട്ട് ചർച്ച ഉണ്ടെങ്കിൽ മാത്രം ഞാനൊക്കെ കാര്യം അതുപോലത്തെ എക്കണോമിക് ടേംസ് ആയത് കാരണം വൈകിട്ട് ചർച്ച ഉണ്ടെങ്കിൽ മാത്രമേ കമ്പോട് അത് കുത്തിരുന്ന് വായിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പോലും വായിക്കില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഒട്ടുമേ അതെത്താൻ പോകുന്നില്ല. ജനങ്ങൾക്കറിയേണ്ടത് ഈ ഫ്രീ KSRTC യാത്ര എന്ന് പറയുന്ന കാര്യം നടക്കുമോ എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതാണ്. ആശമാർക്ക് പ്രഖ്യാപിച്ച നടക്കുമോ എന്നുള്ളതാണ്. അത് നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ സർക്കാരിന്റെ ഒരു പെർസെപ്ഷൻ പ്രതീതി അത് മോശം ഉറപ്പിച്ചിട്ടുണ്ട്. ആദ്യ മന്ത്രിസഭാ തന്നെ ഞങ്ങളുടെ കാര്യം എടുക്കണം. എനിക്ക് എന്റെ ഒരു സംശയം, ആഷ്മി ഇങ്ങനെ ഒരു 6.5 അടി പൊക്കത്ത് ഞാൻ കാണുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുമോ, ആഷ്മിയുടെ ചർച്ചയിൽ വന്ന് കോരകനം വാദിക്കുന്ന സംവാദകർ കുറച്ചുപേര് ഇപ്പൊ ഈ മന്ത്രിസഭയിലുണ്ട്. അപ്പൊ ഇവർ ചർച്ചയിലുള്ള ഈ പ്രാവീണ്യം അവർ ഈ മന്ത്രിസഭയിലും കാണിക്കുമോ, മന്ത്രിമാരായിരിക്കും പ്രവർത്തിക്കുന്നുള്ളതാണ്. ഇതേ ചർച്ചയിൽ ആഷ്മി പറയേണ്ടി വരും. തന്നെ ആ നിയോഗം ലഭിക്കും. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. മാത്രമല്ല അതിൽ പ്രസംഗത്തിനൊന്നും ഒരു പ്രസക്തിയില്ല, ഒരു കാര്യമില്ല. ടെലിവിഷൻ അവതരണത്തിലും പ്രസക്തിയില്ല. ഉറപ്പ് നമുക്കിത് പറഞ്ഞാൽ മതിയല്ലോ, ഭരിക്കേണ്ടവരാണല്ലോ. എനിക്കത് പ്രതീക്ഷ തോന്നുന്നത് അത് വി ഡി സതീശന്റെ ഈ ധനതത്വശാസ്ത്രത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കഴിഞ്ഞ കാലയളവിൽ സംസാരിക്കുന്നു. ഈ പറയുന്ന അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നതിന് മുമ്പും നമ്മുടെ ടാക്സേഷൻ റീസ്ട്രക്ചറിംഗ് ഉണ്ടാവണം എന്ന് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തോളം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് GST ഇപ്പം തോമസ് പറഞ്ഞുകൊണ്ടിരുന്നത് GST വന്നിട്ട് പക്ഷേ ഏറ്റവും അധികം ഗുണം കിട്ടുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം എന്താണ്, കേരളം ഏറ്റവും അധികം കൺസ്യൂമർ സംസ്ഥാനമാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ഗുണം കിട്ടേണ്ടത് കേരളത്തിലാണെന്ന് ഐസക്കിന്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാതെ പോകാൻ കാരണം നമ്മുടെ സ്ട്രക്ചറിങ്ങിന്റെ പ്രശ്നമാണ്. വാറ്റും GST വേറെ കണ്ട് അതിനെ സ്ട്രക്ചർ ചെയ്യണമെന്ന് വി ഡി സതീശൻ 5 വർഷം മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഏറ്റവും ഒടുവിൽ നടപ്പാക്കിയെങ്കിലും അത് ഫുൾ പ്രൂഫ് ആയിട്ടില്ല. സിസ്റ്റം പരാജയം പറയുന്നുണ്ട്. എസ് കെ രണ്ടി പറയുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡിന്റെ കാര്യത്തിൽ മാത്രം ടാക്സേഷൻ വേണ്ട വിധത്തിൽ ഒരു 15,000 കോടി ആ ഇനത്തിൽ മാത്രം വരാമെന്ന് എന്ന് പറഞ്ഞാൽ വി ഡിയുടെ ഈ വിഷയത്തിൽ ടാക്സേഷൻ കാര്യത്തിലെ കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്ക് തോന്നും. അത് ആക്കിയെടുത്താൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹാരമാവുകയും ചെയ്യും. അല്ല, ആഷ്മി ഒരു പ്രവചനം നടത്തിയല്ലോ, ഞാനും ഒരു പ്രവചനം നടത്തുകയാണ്. കാര്യം ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ പ്രവചിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് മോശമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആഷ്മി, ഞാൻ ഈ പല ആൾക്കാരെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും നല്ല കോർഡിനേറ്റർ ഏറ്റവും നല്ല ഭരണകർത്താവാകും. ഈ കോർഡിനേഷൻ കപ്പാസിറ്റി വി ഡി സതീശൻ നന്നായിട്ടുണ്ട്. അപാര കോർഡിനേറ്റർ അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും മഹാവിപത്തുകൾ വന്ന് വിട്ടില്ലെങ്കിൽ നല്ലൊരു ഭരണകർത്താവായിരിക്കും വി ഡി സതീശൻ. സാധ്യതയുണ്ട്. കാര്യം ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ നല്ല കോർഡിനേഷൻ അദ്ദേഹത്തിനുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഈ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിൽ. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് വി ഡി സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വളരെ തകൃതിയായിട്ട് പുരോഗമിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. കർശന സുരക്ഷയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വൻ ആഘോഷമാക്കുകയാണ് കോൺഗ്രസിന്റെ പദ്ധതി. മേഘ്ന മുരളി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം ചേരുന്നു. പറയൂ മേഘ്ന. കൃത്യമായി പറഞ്ഞാൽ 2011 ഇതേ ഒരു മെയ് മാസം 18-ാം തീയതിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം 15 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അതിന്റെ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സെക്രട്ടേറിയറ്റിന് തൊട്ട് പരിസരത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുകയും ചെയ്യുന്നത്. ഇവിടെ രാവും പകലുമെന്നില്ലാതെ ജീവനക്കാർ, തൊഴിലാളികൾ ജോലി ചെയ്യുകയാണ്. തിങ്കളാഴ്ച 18-ാം തീയതി രാവിലെ ആകുമ്പോഴേക്കും ഈ പണികളൊക്കെ പൂർത്തിയാക്കും. ഒരു വലിയ സ്റ്റേഡിയം തന്നെ ഒരുങ്ങുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് കോൺഗ്രസ് നേതൃത്വം അടക്കം പറയുന്നത്. തൊഴിലാളികൾ രാവും പകലുമെന്നില്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നു. ഇനി ഷീറ്റുകളൊക്കെ ഇടേണ്ട ഒരു പണി മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ നാളെ രാവിലെ ഉച്ചയാവുമ്പോഴേക്ക് തന്നെ ഈ പണികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേഡിയം പരിസരത്തും ഒരുക്കിയിട്ടുള്ളത്. 100,000-ൽ പരം പ്രവർത്തകർ തന്നെ, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വരുമെന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു
കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത് ആരൊക്കെയാണ് VIP-കൾ എന്നുള്ളതാണ്. സൂപ്പർ സ്റ്റാർ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഈ ഒരു ചടങ്ങിലേക്ക് എത്തുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, ഹിമാചൽ മുഖ്യമന്ത്രി ഒക്കെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തും. അതുപോലെ താരനിബിഡമായിരിക്കും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള ക്ഷണം അത് മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾക്കും ക്ഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തകർ അതുപോലെ തന്നെ VIP സാന്നിധ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. കാരണം 10 വർഷങ്ങൾ അധികാരം നഷ്ടപ്പെട്ട ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അത് രാജകീയമായിരിക്കണം, പ്രൗഢഗംഭീരമായിരിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ തന്നെയാണ് അതിന്റെ മേഘന മുരളിയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അബു ജോൺ ജോസഫിന് മന്ത്രിസ്ഥാനം കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തോമസ് ഉണ്ണിയാടൻ MLA-യുടെ അനുകൂലികൾ MLA ഹോസ്റ്റലിൽ പ്രതിഷേധിക്കുന്നു. അജ്മൽ ദറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജ്മൽ, PJ ജോസഫ് സാർ അവിടെ 2 സീറ്റിന് വേണ്ടി ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ തോമസ് ഉണ്ണിയാടൻ്റെ ആളുകൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണോ? UDF അധികാരത്തിൽ വന്നതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഘടകകക്ഷികൾ അവരുടെ അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റേതാണെങ്കിൽ KPCC കേന്ദ്രീകരിച്ചും ഈ PJ ജോസഫ് വിഭാഗത്തിൻ്റെ കേരള കോൺഗ്രസിൻ്റെ ആണെങ്കിൽ MLA ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും ഈ മന്ത്രിസഭയുടെ അവകാശവാദങ്ങളും ചർച്ചകളും പുരോഗമിക്കുന്നതിനിടെയാണ് 2 സീറ്റ് അവകാശവാദവുമായി PJ ജോസഫ് വിഭാഗം മുന്നോട്ട് വന്നത്. ഇപ്പോൾ അതിൽ 2 സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അതൊന്ന് അബു ജോൺ ജോസഫിനും ഒന്ന് മോൻസ് ജോസഫിനുമാണ് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗം കരുതിയിരിക്കുന്നത്. അതിനിടയിലാണ് തോമസ് ഉണ്ണിയാടൻ വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം MLA ഹോസ്റ്റലിന് മുന്നിൽ ഇപ്പോൾ അപ്പു ജോൺ ജോസഫിന് സീറ്റ് നൽകരുത്, മന്ത്രിസ്ഥാനം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ പിന്നിലെ കാരണം എന്താ? ഇരിങ്ങാലക്കുട LDFന്റെ ഒരു കോട്ടയായിരുന്നു. അവിടെ ആദ്യമായിട്ടാണ് 2001 അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ വിജയിക്കുന്നത്. വീണ്ടും 2006 വിജയിച്ചു, 2011 വിജയിച്ചു, ഹാട്രിക് വിജയം നേടി. ഇപ്പോൾ 2026 LDF 9 സീറ്റ് തൃശ്ശൂർ നേടിയപ്പോൾ UDF ലഭിച്ച 4 സീറ്റിലൊന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ജയിച്ച ഇരിങ്ങാലക്കുടയാണ്. അതും മിന്നുന്ന വിജയം. 10,212 വോട്ടുകൾക്കാണ് സിറ്റിംഗ് MLAയും മിനിസ്റ്ററുമായിരുന്ന R ബിന്ദുവിനോട് തോൽപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മന്ത്രിസ്ഥാനം തോമസ് ഉണ്ണിയാടന് കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം. ഇപ്പോൾ തോമസ് ഉണ്ണിയാടന് സീറ്റ് ഇപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവി അവകാശപ്പെടുന്നുണ്ട് PJ ജോസഫ് വിഭാഗം. അത് കിട്ടുകയാണെങ്കിൽ തോമസ് ഉണ്ണിയാടന് കൊടുക്കുമെന്നാണ് PJ ജോസഫ് പറയുന്നത്. ഇപ്പോൾ PJ ജോസഫിന്റെ പാരമ്പര്യം പേര് വരുന്ന അദ്ദേഹത്തിന്റെ മകന് സീറ്റ് കൊടുക്കുന്നതിൽ ഇങ്ങനൊരു പ്രതിഷേധത്തിന്റെ ആവശ്യകത ഉണ്ടോ? മകന് സീറ്റ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമില്ല. ഞങ്ങൾ പറയുന്നത് ഇത്രേ ഉള്ളൂ. കേരള കോൺഗ്രസിൻ്റെ സീനിയർ MLA ആണ്, 4 വട്ടം MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം കൊടുക്കണം. കാരണം ഇരിങ്ങാലക്കുട എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയം വന്നിരിക്കുന്നു. അദ്ദേഹം കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി വിലയിരുത്താൻ ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പിണറായി വിജയനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു എന്ന വാർത്ത വരുന്നു. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്നും പാർട്ടി സ്വയം തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പുകൾ കണ്ണൂർ, കൊല്ലം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നു വന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിനെതിരെയും യോഗങ്ങളിൽ ശക്തമായി വിയോജിപ്പ് ഉണ്ടായി എന്നാണ് വിവരം. അതേസമയം ഭരണം മോശമായിട്ടല്ല, ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് തോൽവി സംഭവിച്ചത് എന്നാണ് ജില്ലാ കമ്മിറ്റികൾ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി മുൻ മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. ആ പ്രതികരണം ആദ്യം. തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും പരിശോധന ഉണ്ടാകും. ഞങ്ങൾ പരിശോധിക്കുന്നത് ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ആരുടെയെങ്കിലും മേൽ കെട്ടിവെക്കാനുള്ള ചർച്ചയല്ല. പറയാൻ പാടില്ലാത്തൊരു വാർത്ത ഇന്നലെ പറഞ്ഞു. അതായത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ എടുത്തു തെറ്റായിപ്പോയി. അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. കേരളത്തിൽ CPIM-ന് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാകാൻ പോകുന്ന VD സതീശൻ തന്നെ പറഞ്ഞല്ലോ, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, രാഷ്ട്രീയ നേതാവാണ് ശ്രീ പിണറായി വിജയൻ. പിന്നെ ജനങ്ങൾ എന്തുകൊണ്ടാണ് മാറി ചിന്തിച്ചത്? ചിലപ്പോൾ ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിച്ചു കാണും. അത് ഞങ്ങളെല്ലാവരും മോശക്കാരാണ്. 37% വോട്ട് കേരളത്തിൽ ജനങ്ങൾ ഞങ്ങൾ ചെയ്തില്ല. എനിക്ക് തോന്നുന്നത് സജി ചെറിയൻ ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു. ഗോപികൃഷ്ണൻ,
എസ്.കെ. സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും വലിയ വിമർശനം ഉയരുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങളുടെ ഒരു കാതൽ എന്ന് പറയുന്നത് സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കനത്ത പരാജയത്തിന് ഉത്തരവാദി ആരാണ് എന്നത് ചൊല്ലിയാണ്. അതിൽ പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാഷയും ശൈലിയും പ്രയോഗവും ഇടപെടലും ഒക്കെയുള്ള കാര്യങ്ങളിൽ വലിയൊരു പിണറായി വിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതാണ് യഥാർത്ഥത്തിൽ ഈ പരാജയത്തിന് കാരണമെന്നുമുള്ള വിലയിരുത്തലുകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ഈ സെക്രട്ടേറിയറ്റിൽ തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ തയ്യാറാക്കിയ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യാവലി ചില നിഗമനങ്ങളൊക്കെ വന്നിരുന്നു. അതിനോടൊക്കെ ഈ അംഗങ്ങൾ വിയോജിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ ഭരണശൈലിയും അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ വല്ലാതെ ഈ ഗവൺമെന്റിൽ നിന്ന് അകറ്റി പിണറായി വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 6 ജില്ലകളിൽ ഒറ്റ സീറ്റ് പോലും ഇടതുമുന്നണിക്ക് CPM-ന് കിട്ടാതെ പോയത് എന്നുള്ള വിമർശനം അംഗങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിനോട് ചേർത്ത് വെച്ചാണ് ഇത്ര കനത്ത പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടത് ഉണ്ടായിരുന്നില്ല പിണറായി വിജയൻ എന്നൊരു അഭിപ്രായം കൂടി അംഗങ്ങൾക്കിടയിൽ ശക്തമാകുന്നത്. അതിന് ഇപ്പോൾ നേതാക്കൾ പലതരത്തിൽ അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള അവരുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ അടിത്തട്ടിൽ ഇപ്പോൾ ഈ പരാജയം ഉണ്ടായതിനു ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനി എല്ലാവർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാം, എല്ലാ കാര്യങ്ങളിലും വിമർശനങ്ങൾ തുറന്നു പറയാനൊക്കെയുള്ള അവസരം ഇനി പാർട്ടിയിൽ ഉണ്ടാകുമെന്നാണ്. MA ബേബി CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് എസ്.കെ. താങ്കൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നാണ്. ഏതായാലും അത് അണികൾ കേട്ടിട്ടുണ്ട്. നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതിൽ ഏറ്റവും വലിയ വിമർശനം ഏറ്റുവാങ്ങുന്നത് മുൻ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ശൈലിയും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ മനോഭാവവും ഈ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എടുത്ത സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനങ്ങളും തീർപ്പുകളും ഒക്കെ വലിയ രീതിയിൽ വിമർശന വിധേയമാകുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും പിണറായി വിജയൻ വരുന്നു എന്ന തീരുമാനം വന്നിരിക്കുന്നത്. ആ തീരുമാനത്തോടുള്ള അംഗങ്ങളുടെ വിയോജിപ്പും എതിർപ്പും കൂടി വളരെ പരസ്യമായി പുറത്തേക്ക് വരികയാണ്. ഇതിനുശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിമർശനങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം എന്ത് ഉത്തരമാണ് പറയുക എന്ന് നമുക്കറിയില്ല. ഏതായാലും മുതിർന്ന നേതാക്കൾ TM തോമസ് ഐസക്കിനെ പോലെ ഇപ്പോൾ സജി ചെറിയാനെ പോലുള്ളവർ ന്യായീകരിക്കുന്നുണ്ട്. പിണറായി പോലൊരാൾ തന്നെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വരേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അത് പാർട്ടിയുടെ അണികളുടെ, പാർട്ടി പ്രവർത്തകരുടെ, സാധാരണക്കാരുടെ വികാരം മാനിച്ചാണോ ഈ തീരുമാനം എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനം ഇപ്പോഴും ഉയരുന്ന വിമർശനമാണ്. എസ്.കെ. എന്ന് പറഞ്ഞാൽ സർക്കാരിന് കുഴപ്പമുണ്ടാകുന്നില്ല, എന്നാൽ ജസ്റ്റ് ഒരു ചേഞ്ച് എന്ന മട്ടിൽ മാറ്റിയേക്കാം എന്നൊന്നുമല്ല കാര്യം. അങ്ങനെ മാറ്റുകയാണെങ്കിൽ പയ്യന്നൂരും തളിപ്പറമ്പും തൃക്കരിപ്പൂരും ഉദുമയും അടക്കം പാർട്ടി കോട്ടകളിലെ കടപുഴക്കങ്ങൾ അതുണ്ടാവില്ല എന്ന് സജി ചെറിയാനും ഐസക്കിനും മാത്രം ഒരു പക്ഷേ മനസ്സിലാവാതെ ഉണ്ടാവുള്ളൂ. ബാക്കി താഴെത്തട്ടിലെ CPM അണികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനനുസൃതമായ ചർച്ചകൾ നടക്കണം. എസ്.കെ. എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ എത്രത്തോളം രൂക്ഷ വിമർശനങ്ങൾ കേട്ട മറ്റ് കമ്മിറ്റികളുണ്ടോ എന്നറിയില്ല. അത്രത്തോളം രൂക്ഷ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പ്രതിപക്ഷ നേതാവിലേക്ക് ട്രാൻസ്ഫോർമേഷൻ സാധ്യമാകുമോ എന്നാണ് ചോദ്യം. സാധ്യമാകും എന്ന് തന്നെയാണ് മറുപടി. കാര്യം 96 അദ്ദേഹം ആദ്യം വൈദ്യമന്ത്രിയെ വരുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിൽ മുന്നനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വന്നു, നല്ല ഏറ്റവും ഗംഭീരമായ മന്ത്രി എന്ന പേരെടുത്തു. പക്ഷേ എസ്.കെ. ഇവിടെ അവിടെ മുഖ്യമന്ത്രിയായിരുന്നാൽ അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലി, ആ ശൈലിയിൽ ആൾക്ക് പ്രതിപക്ഷ നേതാവ് ആവാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് എസ്.കെ.? ഇവിടെ പ്രശ്നം LDF നേരിട്ട് അതിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. 1927 UDF-ന് ഏറ്റവും വലിയ വിജയം, 111 സീറ്റുകൾ നേടി അടിയന്തരാവസ്ഥ കഴിഞ്ഞുണ്ടായ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിനെ ജനം ആട്ടിയൊഴിച്ചപ്പോൾ കേരളത്തിലെ ജനം കോൺഗ്രസ് ചേർത്ത് പിടിച്ചു. അത് വൈരുദ്ധ്യം. അന്ന് പൊട്ടെന്ന് CPI ഒക്കെ ഉള്ളത് വിട്ടേക്ക്. അതിനുശേഷം 2001 100 സീറ്റ് അന്ന് UDF പിടിച്ചു. 40 സീറ്റുകൾ LDF ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും 48% വോട്ടുകൾ UDF-നും 46% വോട്ടുകൾ LDF-നും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള വലിയ പരാജയം ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പക്ഷേ ഈ പറയുന്ന 102 സീറ്റ് 35 ആണെങ്കിൽ കൂടിയും ഈ വോട്ട് ശതമാനത്തിൽ കാര്യമായ ഗണ്യമായ കുറവ്, 9% കുറവുണ്ടായിട്ടുണ്ട്. അത് പോയത് BJP-യിലേക്ക്, അതുപോലെ കൃത്യമായി UDF-ലേക്ക് തന്നെയാണ്. അപ്പോൾ ഒരു വോട്ടൊഴുക്ക് UDF-ലേക്ക് ഉണ്ടായി. എസ്.കെ. ഇവിടെ നോക്കുക എസ്.കെ. ഇവിടെ പിണറായി വിജയൻ, സാക്ഷാൽ പിണറായി വിജയൻ അടക്കം ധർമ്മടത്ത് 7 റൗണ്ട് തോറ്റ് ജയിച്ചു എന്ന് പറയുമ്പോൾ അതും താരതമ്യേന പ്രായത്തിൽ ചെറുപ്പക്കാരനായ ഒരു താരതമ്യേന ചെറുവാല്യക്കാരനായ ഒരു യുവാവിനോട് മുട്ടടിച്ച് ജയിച്ചു എന്ന് പറയുമ്പോഴേക്കും എത്രത്തോളം വലുതാണ് ആ തോൽവിയിൽ പിണറായി വിരുദ്ധ വികാരം എന്ന് വ്യക്തമാണ്. അത്തരത്തിൽ തോൽവി എത്രത്തോളം മാരകമായ പരാജയത്തിലേക്ക് നയിച്ച ഒരാൾ വീണ്ടും അവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ സംഘത്തിന്റെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാൻ
കഴിയും എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ ബാക്കി എല്ലാ പാർട്ടി ചട്ടക്കൂടുകളെ മറികടക്കും വണ്ണം വലിയ ജനവികാരത്തിന് ചിറകലേറി വരുന്ന വലിയ ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഇരട്ടി കരുത്തിലാണ് വി ഡി സതീശൻ അവിടെ നിൽക്കുന്നത്. അവിടെയാണ് ആ ജനവികാരത്തിന് കൊടിയ ആഘാതത്തിൽ നേതൃത്വം നൽകിയ ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ ഏത് രീതിയിൽ ആ സംഘത്തെ നയിക്കാൻ പിണറായി വിജയനും മുറയിൽ ധാർമ്മിക അവകാശം എങ്ങനെ കഴിയുമെന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എസ് ഇവിടെ ഇപ്പോൾ അതിൽ CPM നിസ്സഹായത ഓഫ് കോഴ്സ് ഉണ്ട്. കാര്യം അതിന് പകരം ആരും ചോദിച്ചാൽ KN ബാലഗോപാലാണ് മൃദുഭാഷി. ഈ പറയുന്ന ഘടാഘടിയൻ സംഘത്തെ നേരിടാൻ അദ്ദേഹത്തിന്റെ ശൈലി കൊണ്ട് കഴിയില്ല. പിന്നെ റിയാസാണ് ഉള്ളത്. പിന്നെ ആകെയുള്ള സജി ചെറിയാനും ജോയിയെ പോലുള്ള ആൾക്കാരുമാണ്. അവരെയൊന്നും പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് ആലോചിക്കില്ല. കാര്യം ഇപ്പോൾ തന്നെ സജി ചെറിയാൻ പറയാൻ നമ്മൾ കേട്ടു, ആലോചിക്കുന്നതേയില്ല. അതുകൊണ്ട് CPM നിസ്സഹായാവസ്ഥ ഓഫ് കോഴ്സ് അതിലുണ്ട്. ഇപ്പോൾ KK ശൈലജ ഇപ്പോൾ SK യഥാർത്ഥത്തിൽ LDF CPM ജയിക്കുമെന്ന സിനേറിയോ മാത്രമേ ആലോചിച്ചുള്ളൂ. തോക്കുമെന്ന സിനേറിയോ ആലോചിച്ചിരുന്നെങ്കിൽ ഉറപ്പായും KK ശൈലജയെ ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരം ജയിപ്പിക്കുമായിരുന്നെങ്കിൽ ഏറ്റവും ആപ്റ്റായ ഒരു പ്രതിപക്ഷ മുഖം KK ശൈലജ ആകുമായിരുന്നു. കാര്യം ഈ പറഞ്ഞ എന്ത് വിമർശനം പറഞ്ഞാലും KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെ ഉണ്ടാക്കിയ ഒരു പോപ്പുലാരിറ്റി, ജനസ്വീകാര്യത, ആൾക്കാരോട് ചിരിച്ച് സംസാരിക്കാനുള്ള കഴിവ്, അതൊക്കെയും ഏറ്റവും ആപ്റ്റായ ഒരു പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് ആകുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ അല്ല, ഒരുപക്ഷെ അത് മണ്ടത്തരം വേണമെന്ന് വിളിക്കാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക, ധർമ്മടത്ത് ആ MLA സ്ഥാനം പിണറായി വിജയൻ രാജിവെക്കുക. അവിടെ മുതിർന്നൊരു നേതാവിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക, അദ്ദേഹത്തെ സഭയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ മാത്രമേ ഇനി അവിടെ ഒരു ആ പ്രതിപക്ഷ നിരക്ക് ശക്തമായ പ്രതിപക്ഷത്തിന്റെ കുന്തവനെയാവാൻ കഴിയൂ എന്നാണ് എൻ്റെ ധാരണ. ശരിക്കും ആഷ്മി ഉയർത്തിയ ഒരു സങ്കല്പമുണ്ടല്ലോ, ധർമ്മടത്ത് ഒരാളെ നിർത്തുന്നു, നല്ലൊരാളെ അവിടെ നിർത്തുന്നു, അതിന് മുമ്പ് പിണറായി രാജിവെക്കുന്നു, അവിടെ ആൾ വിജയിക്കുന്നു, സംസ്ഥാന നിയമസഭയിലേക്ക് വരുന്നു, അയാൾ പ്രതിപക്ഷ നേതാവാകും. എത്ര നല്ല മനോഹരമായ സങ്കല്പം അല്ലേ? SKN പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ ഒന്നിലധികം റൗണ്ടുകളിൽ പിന്നിൽ പോയി യാഥാർത്ഥ്യമാണ്. ഒന്നിലധികം റൗണ്ടുകളിൽ പിന്നിൽ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ അവസാനം വിജയിച്ചത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും ആ ഭൂരിപക്ഷം എത്രയാണെന്ന് നമ്മൾ നോക്കണം. ഞാനിതിനെ മറ്റൊരു സാഹചര്യവുമായി താരതമ്യപ്പെടുത്തി. അതായത് പിണറായി വിജയൻ ഈ ഭൂരിപക്ഷം കുറയുന്നതും ഒന്നിലധികം റൗണ്ടുകളിൽ പിന്നിൽ പോകുന്നതും അദ്ദേഹത്തിന്റെ എന്തോ വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് പിണറായി വിജയൻ മാറി നിൽക്കണം എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അതിന് മുൻപ് നടന്നൊരു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഓർക്കുകയായിരുന്നു. അതായത് അത് പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളിയിൽ ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി എന്ന അതികായൻ വിജയിക്കുന്നത് ജെയ്ക്സ് സി തോമസ് എന്ന് പറയുന്ന താരതമ്യേന ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു യുവാവിനോട് 9,000 മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം എത്രയാണെന്നുള്ളത് പരിശോധിച്ച് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഈ നിലയിലുള്ള ഒരു വിലാപങ്ങളും എവിടെ നിന്നും ഉയർന്നു കേട്ടതുമില്ല. മറ്റൊരു കാര്യം, മാറ്റം എന്നത് മാത്രമാണോ ഈ ഭരണം മാറാനായി ജനങ്ങൾ തീരുമാനിച്ച കാര്യമെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായും അല്ല. തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന അതികഠിനമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ അഭിമുഖീകരിക്കാനായി ഇത്തരം ന്യായങ്ങൾ കണ്ടുപിടിച്ചാൽ ഇനിയും എവിടെ പോയി നിൽക്കുമെന്നതിൽ സംശയമുണ്ട്. ഇപ്പോൾ CPM-മായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉയർന്നു വന്ന വിമർശനങ്ങളിൽ സെൻസിബിളായി ഒന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. മുൻപ് ഞാൻ ഈ അൻവർ സാദത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഈ പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഓരോ ആളുകളെ ഇങ്ങനെ വിലയിരുത്തുന്നതിനെ കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ നിലയിൽ കേരളത്തിൽ വർഗീയ പരാമർശങ്ങൾ, വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് നമ്മൾ കണ്ടു. അതിൽ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ മുൻപന്തിയിലുമായിരുന്നു. അതേസമയം തന്നെ 10 വർഷം ഇവിടെ മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചുപിടിക്കാനാണ് ഇനി ഒരു UDF മന്ത്രിസഭ വരാൻ പോകുന്നത്. മതമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്ന ആളുകൾ ഭരണത്തിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ളവർക്ക് അതിൽ സംശയം തോന്നാം. അത്തരം ആളുകളെ നിങ്ങൾ വിമർശിച്ചോളൂ. പക്ഷെ അതിന് പകരം ഈ പേര് മാത്രം നോക്കി അത് ഐഡന്റിറ്റി എടുത്ത് അതിനെ വിമർശിക്കാനും അതിനെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ശ്രമിച്ച ആളുകളെ കൂടെ നിർത്തുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വളരെ വലുതായിരുന്നു. അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. മറ്റൊന്ന്, ഇപ്പോൾ കളമശ്ശേരി പോലെയോ തൃത്താല പോലെയോ UDF-ൽ നിന്ന് തിരിച്ചുപിടിച്ച സീറ്റുകളിൽ മാത്രമല്ല ഇത്തവണ പരാജയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഭരണം മാറുക എന്നുള്ളത് മാത്രമായിരുന്നു ജനങ്ങൾ പൊതുവിൽ കണ്ട വികാരമെങ്കിൽ എങ്ങനെയാണ് ഉറച്ച പാർട്ടി കോട്ടകളിൽ ഇത്ര വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി തന്നെ നേരിടാൻ ഇനിയെങ്കിലും ശ്രമിക്കണം, അതിന് കഴിയണം നേതാക്കൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഈ നിലയിൽ യുക്തിസഹമല്ലാത്ത ന്യായീകരണങ്ങൾ കൊണ്ടുവന്ന് ഇനിയും ജനങ്ങളുടെ മുന്നിൽ നിന്ന് അപഹാസ്യരാകുന്നതിന് പകരം എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം നടത്തേണ്ടതെന്ന് തോന്നുന്നു. AK ആന്റണി പറഞ്ഞൊരു കാര്യം വീണ്ടും ഓർമ്മിക്കണം. തീർച്ചയായിട്ടും ഇടതുപക്ഷം കേരളത്തിന് ആവശ്യമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുപക്ഷത്തിന് സ്പേസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭയലേശവും ഇല്ലാതെ എന്താണ് അടിസ്ഥാനപരമായി കേരളത്തിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചത്, അല്ലെങ്കിൽ CPM-ന് സംഭവിച്ചത് എന്ന വിലയിരുത്തുകൾ ശാസ്ത്രീയമായി ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി പരിഹരിക്കുകയാണ് ഔചിത്യബോധമുള്ള പാർട്ടി നേതാക്കന്മാർ ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ദ ഗ്രാൻഡ് ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.